അപ്പോസ്തല പ്രവർത്തികളിൽ നിന്ന് ഇന്ന് പകലിലെ ചിന്തയ്ക്കായിട്ട് വേഗത്തിൽ വായിച്ച് കേൾക്കാം. വളരെ പ്രാർത്ഥന വേണം, ആരും മൗനമായിരിക്കരുത്. പുസ്തകം തുറന്ന് അപ്പോസ്തല പ്രവർത്തികൾ 3-ാം അധ്യായം അതിൻ്റെ 25-26 വാക്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ചിന്തയ്ക്കായി ആരംഭവാക്യമായി വായിക്കുന്നത്. എല്ലാവരും വേദപുസ്തകം തുറന്ന് അപ്പോസ്തല പ്രവർത്തികൾ 3-ാം അധ്യായം 25-26 വാക്യങ്ങൾ. ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം അബ്രഹാമിനോട് അരുളി, നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ. നിങ്ങൾക്ക് ആദ്യമേ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തനെ അവനവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ട മെസ്സേജിനോട് ചേർത്ത് എനിക്ക് അവിടെ എത്താൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. കുറച്ച് കാര്യങ്ങൾ ദൈവസഭയെ ഓർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കും. എല്ലാ ദിവസങ്ങളും ഒരുപോലെ അല്ലല്ലോ. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ വൈകുന്നേരം ശുശ്രൂഷിച്ചെടുത്ത് നിങ്ങളോട് പറഞ്ഞ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിലാണെന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞ് നമ്മിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചൊക്കെ നമ്മൾ ശോധന ചെയ്തു പോയി. കുറേ പേരൊക്കെ വലിയ റിസൾട്ട് പറഞ്ഞു. എൻ്റെ നാവിനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നു, എനിക്ക് അങ്ങനെ കഴിയുന്നു എന്നൊക്കെ പറഞ്ഞു. വലിയ സന്തോഷം. അപ്പോൾ ഇന്നലെ അവിടെ പറഞ്ഞപ്പോഴും സഭ മൊത്തം മുട്ടിന്മേൽ നിന്ന് ഒത്തിരി സമയം അവർ പ്രാർത്ഥിക്കുന്നതൊക്കെ കാണാനിടയായി. ഒരുപാട് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ യഥാർത്ഥ പരിശുദ്ധാത്മാവ്, ഓർമ്മയുണ്ടോ മെസ്സേജ്? ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്തിൻ്റെ ആത്മാവ്, അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവ്. ഇല്ല, നമ്മൾ 1 കൊരിന്ത്യർ ലേഖനം 13 കൊണ്ട് സ്നേഹത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു നിർത്തിയ സന്ദേശം. അപ്പോൾ വചനത്തിന് ഭയങ്കര ശക്തിയുണ്ട്. ചില അത്ഭുതങ്ങളൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതിനോടകം ചെയ്തു കഴിഞ്ഞു ആ വചനത്തിൻ്റെ ശക്തിയാൽ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. ഞാൻ ഈ ഹാലിൽ എത്ര ബലമില്ലെങ്കിലും ഞാൻ വളരെ ശക്തമായി തന്നെ ശുശ്രൂഷിക്കും. അത് കർത്താവിൻ്റെ കൃപയാൽ അനുഗ്രഹമായി മാറും. സ്തോത്രം. ഇവിടെ നമ്മൾ സെക്കൻഡ് സാറ്റർഡേ പറഞ്ഞ മെസ്സേജ് അനുഗ്രഹത്തെക്കുറിച്ച്. സ്തോത്രം. സെക്കൻഡ് സാറ്റർഡേ നമ്മൾ രാവിലെ പറഞ്ഞ മെസ്സേജ് സ്തോത്രം, അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് സ്തോത്രം, ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ എന്നുള്ള വാക്യം. മരത്തിൻ്റെ മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യമാണ് എടുത്തത്. അതിൻ്റെ അകത്തുനിന്നാണ് നമ്മൾ പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്ന് അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ എന്ന്, ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെ ശകാരത്തിന് പകരം ശകാരം ചെയ്യരുതെന്ന് ഇത്യാദി കാര്യങ്ങളൊക്കെ അതിനകത്തുനിന്ന് പറഞ്ഞ് കുറേ നാൾ കൊണ്ട് ഇങ്ങനെ ഈ മെസ്സേജുകൾ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് നമ്മൾ കേൾക്കുകയാണ്. അതിൻ്റെ വെളിച്ചത്തിലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വലിയ ദൈവ സാന്നിധ്യത്തെയൊക്കെ പകരാൻ തുടങ്ങിയത്. നമ്മൾ ഇന്ന് അതിനോട് ചേർന്ന് തന്നെ നമ്മൾ ചിന്തിക്കുക. ഇവിടെ നിങ്ങൾ വായിച്ചപ്പോൾ അബ്രഹാമിനോട് പറഞ്ഞ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെക്കുറിച്ചാണ് നമ്മൾ വായിച്ചത്. നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. യേശു കർത്താവിൽ കൂടെ അനുഗ്രഹം എന്നുള്ളത് സകലർക്കും വേണ്ടി ദൈവം വച്ചിരിക്കുന്ന വിടുതലാണ്. ഞാൻ പലപ്പോഴും പറയുന്നതാണ്, നമ്മുടെ അനുഗ്രഹം മുഴുവനും ക്രിസ്തു കേന്ദ്രീകൃതമാണ്. യേശു കർത്താവിൽ കൂടെയാണ് അനുഗ്രഹം. അവിടെ നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത സന്തതി നിങ്ങൾ തന്നെ എന്ന് സ്തോത്രം അവിടെ പത്രോസ് ദൈവജനത്തോട് പറയുക. അപ്പൊ നമ്മളോടുള്ള ദൂതാണ്, അബ്രഹാമിനോട് ദൈവം പറഞ്ഞ സകല വാഗ്ദത്തത്തിന്റെ അവകാശികൾ നമ്മളാണ്. രക്ഷയാണെങ്കിലും സ്തോത്രം, ഈ കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ അടിമ നുഖങ്ങൾ തകരുന്നതാണെങ്കിലും ശാപത്തിൽ നിന്ന് വിടുതൽ കിട്ടുന്നതാണെങ്കിലും സ്തോത്രം, ജീവിതത്തിൽ അനുഭവിക്കുന്ന പിശാച് ഞെരുക്കുന്ന ഈ ലോകത്തിൽ നമുക്ക് ഹല്ലേലൂയ ദൈവഹിതമല്ലാതെ വന്ന് നമ്മൾ സഹിക്കുന്ന സകലത്തിൽ നിന്നും വിടുവിക്കപ്പെടും എന്നത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അത് യേശു കർത്താവ് നിമിത്തമാണ് നമുക്ക് വരുന്നത്. ഇവിടെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് സ്തോത്രം പത്രോസ് ഇത് പറയുന്നത്. നമുക്കറിയാം 3-ാമത്തെ അധ്യായത്തിൽ സ്തോത്രം പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ച പത്രോസും യോഹന്നാന് പ്രാർത്ഥനാ സമയത്ത് സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ മുമ്പിൽ വരുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യനിരിപ്പുണ്ട്. ഇവിടെ തൊട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ള വിഷയമാണ്. അതൊന്ന് ഒരു കണക്ഷൻ വരാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. അമ്മയുടെ ഗർഭം തൊട്ടേ മുടന്തനാണ്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ നുഖത്തെ തകർക്കുന്നതിനെ കുറിച്ചൊക്കെ ഹല്ലേലൂയ പ്രസംഗിച്ചത്. ചിലരുടെ മേലെങ്കിലും അത് തകർന്നിട്ടുണ്ട്, ചിലത് തകരും. ഹല്ലേലൂയ, ചിലത് തകരും. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്ന ചിന്ത, ഇപ്പോൾ ഒരു മലയിടിച്ചിലുണ്ടായല്ലോ. സ്തോത്രം, ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇതിങ്ങനെ ഇറങ്ങി വരുമെന്ന്. അതുപോലെ ആ സ്തോത്രം ഇപ്പോൾ അവൻ്റെ മഹാപർവ്വതത്തിന്റെ അവസ്ഥ എന്ന എൻ്റെ ഹൃദയത്തിൽ വന്ന ചിന്ത. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ മല പോലെ ഇരിക്കുന്നതൊക്കെ തോന്നും, താമസിക്കാതെ അതിന് താഴെ പോരും. സ്തോത്രം, മനസ്സിലാവുന്നത് നമുക്ക് അങ്ങനെ തോന്നും. അതിപ്പോഴും ഉയർന്നു തന്നെ നിൽക്കുന്നു, പിശാച് തന്നെ നിൽക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയത്തെ നോക്കുമ്പോൾ ചിലപ്പോൾ തോന്നും പിശാച് വീണ്ടും അവിടെ തന്നെ നിൽക്കുന്നു എന്നൊക്കെ തോന്നും. അങ്ങനെയല്ല വാസ്തവം. ഏത് നിമിഷത്തിൽ അത് താഴെ പോരെ തക്കവണ്ണം അന്യായ തകർച്ചയാണ് ആ മണ്ഡലത്തിൽ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ആഴ്ച വചനത്തെ അയച്ച് ചെയ്തത്. ഹല്ലേലൂയ, വചനത്തെ അയച്ച് ചെയ്തത്.
സ്തോത്രം. ശരീരങ്ങൾക്ക് പോലും അത് നിമിത്തം വിടുതലുകളായത് നമുക്കറിയാം. ഇന്ന് പകൽക്കാലം അതേ വചനത്തിന്റെ ശക്തിയാണ്, വിരൽപാസ്ത്ര ശക്തിയല്ല, അതേ വചനത്തിന്റെ ശക്തിയിൽ പുഷ്ടി നിമിത്തം മുഖം തകര് എന്ന് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ടു. അതിലേക്കാണ് നമ്മൾ ഒന്നെത്താൻ ശ്രമിക്കുന്നത്. പക്ഷെ സഭ അറിയേണ്ട ചില കാര്യങ്ങൾ, അങ്ങനെ ഒരുമിച്ച് നമ്മൾ നിൽക്കേണ്ടതിന്റെ ആവശ്യമൊക്കെ ഇതിനകത്തുനിന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ പത്രോസ് വന്നേച്ച് സ്തോത്രം ഭയന്ന് വിറച്ച് നടന്ന പത്രോസ് അഭിഷേകം പ്രാപിച്ചേച്ച് വന്ന് സ്തോത്രം ഈ മനുഷ്യൻ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ മനുഷ്യനെ വാക്കുകൊണ്ട് എഴുന്നേൽപ്പിച്ചു. സ്തോത്രം. അതാ നമ്മുടെ ശുശ്രൂഷ, വാക്കുകൊണ്ട് എഴുന്നേൽപ്പിച്ചു. സ്തോത്രം. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടും. ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും അത് ചെയ്യുന്നില്ല. ചിലരെങ്കിലും ചെയ്യാൻ തക്കവണ്ണം, ഏത് നുഖത്തെയും തകർക്കത്തക്കവണ്ണം മുമ്പിൽ നിൽക്കാൻ ചിലരെ ദൈവത്തിന് ആവശ്യമുണ്ട്. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഹല്ലേലൂയ ശത്രുവിന്റെ നുഖവും ഒരു വാഴ്ചകളും ഒരു അധികാരങ്ങളും ഞങ്ങൾ നിൽക്കുന്ന ദേശത്തിൽ ഇവിടെ ആരാധിക്കുന്ന കുടുംബങ്ങളിൽ പാടില്ല. ഞാൻ വളരെ വ്യക്തതയോടെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അങ്ങനെ ഒരു അടിമനുഖം ചുമന്നുകൊണ്ട് നമ്മൾ മുമ്പിലേക്ക് പോകാൻ പറ്റത്തില്ല. ദൈവം പറഞ്ഞതാണ്, ഞാൻ നിന്നെ നിവർന്ന് നടക്കുമാറാക്കും. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. നിങ്ങൾ പറയണം, എൻ്റെ തലയെ കർത്താവ് നിവർത്തി എന്ന് പറയണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, അത് വ്യക്തതയോടെ ഫീൽ ചെയ്യും, നിങ്ങൾക്ക് വ്യക്തതയോടെ ഫീൽ ചെയ്യും ആ സ്വാതന്ത്ര്യം. ഹല്ലേലൂയ. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ പ്രാർത്ഥിക്കണം. ഇവിടെ ഹല്ലേലൂയ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ മനുഷ്യന് ഒറ്റ വാക്കുകൊണ്ട് എഴുന്നേൽപ്പിച്ചു. ഞാനത് പറഞ്ഞല്ലോ, ജനനം തൊട്ടേ അവൻ നടന്നിട്ടില്ല, പക്ഷെ 40 വർഷം നടന്നിട്ടില്ല. ഒരു അഭിഷക്തൻ വന്നപ്പോൾ എന്ത് ചെയ്തു? എഴുന്നേൽപ്പിച്ചു. സ്തോത്രം. എഴുന്നേൽപ്പിച്ചു. നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും കഴിയുമോ എന്നാണ് ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ അവന്റെ കാലം മുഴുവൻ അവൻ എന്ത് ചെയ്യും? മുടന്തി നടക്കും, അവിടെ ഇരുന്ന് ഭിക്ഷയാചിക്കും. അവനെ കർത്താവിന്റെ കൃപയാൽ അഭിഷക്തൻ എഴുന്നേൽപ്പിച്ചു. ഇത് വലിയ സംസാരമായി. സ്തോത്രം. ഇവര് സാമാന്യ ജനമാണ്, പഠിപ്പില്ലാത്തവരാണ്, അതൊന്നും പ്രശ്നമല്ല കേട്ടോ. സ്തോത്രം. അതൊക്കെ നമ്മളെ പിശാച്, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പിശാച് ഓർപ്പിക്കുകയാണ്, നിന്നെ എന്തിനു കൊള്ളാം? സ്തോത്രം. നിന്റെ വീട് അങ്ങനെ, നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോ? നിനക്ക് കൃപയുണ്ടോ? ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന പിശാചിനെ അപ്പ ശാസിക്കണം. സ്തോത്രം. എന്റെ കഴിവിലല്ല, ദൈവത്തിന്റെ കൃപയിലാണ് ശരണപ്പെടുന്നത്. അഭിഷേകമാണ് നുഖത്തെ തകർക്കുന്നത്, ഞാനല്ല. സ്തോത്രം. അതുകൊണ്ട് ബലഹീനതയിലും സ്തോത്രം ധൈര്യത്തോടെ നിന്ന് പ്രസംഗിക്കുന്നത് ഞാനല്ല ചെയ്യുന്നത്, പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത്. സ്തോത്രം. ഈ വചനത്തിന്റെ ശക്തി ചലിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ, ഞാൻ പറയുന്നു, പ്രത്യക്ഷമായി ചിലതിന്റെ മേലെ ആ വചനത്തിന്റെ ശക്തി കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ തീ പോലെ പാറയെ പുലർക്കുന്ന ചുറ്റിക പോലെ ചെന്നടിക്കും. നിങ്ങൾക്കത് ആത്മാവിൽ കാണാൻ പറ്റുന്നെങ്കിൽ, അല്ലെങ്കിൽ അനുഭവിക്കാൻ പറ്റുന്നെങ്കിൽ, അതൊരു വിടുതലായി മാറും. സ്തോത്രം. അത് പക്ഷേ സംഭവിക്കാതിരിക്കത്തില്ല. ഇന്ന് പകലും അത് സംഭവിക്കും. അതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കഴിഞ്ഞ ആഴ്ചത്തെ പോലെ ഡ്രൈനസ് ഒക്കെ ഫീൽ ചെയ്യരുത്. സ്തോത്രം. നമ്മൾ എന്തായാലും അതിനകത്തുനിന്ന് കയറി വന്നു. ഇന്നും അങ്ങനെ തന്നെ ആയിരിക്കും, ഇനി അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് എൻ്റെ വിശ്വാസം. പോട്ടെ, നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. ഈ വിഷയം ഹല്ലേലൂയ നാട്ടിൽ പാട്ടായപ്പോൾ പ്രമാണിമാരൊക്കെ പറഞ്ഞു, സാമാന്യ ജനമാണ്, പഠിപ്പില്ലാത്തവരാണ്, ഇവർക്ക് ഇത് എങ്ങനെയാ സാധ്യമാക്കിയത്? അപ്പോൾ പത്രോസ് അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ ശക്തിയല്ല, എൻ്റെ ബുദ്ധിയല്ല, ഇത് ഹല്ലേലൂയ കർത്താവിൻ്റെ നാമനിമിത്തമാണ് എന്നൊക്കെ പറയുന്നു, അല്ലേ? ശക്തിയോടെ പറയുന്നു. എന്നിട്ട് അവിടെ ശക്തമായ ഒരു സന്ദേശം പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ. പത്രോസ് വിളിച്ചു പറയുന്ന ഒരു സന്ദേശം ഇതാണ്: മറ്റൊരുത്തനിൽ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല. വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ. നമ്മൾക്ക് വായിച്ച കുറിവാക്യത്തിന്റെ അകത്ത് വ്യക്തതയോടെ പറയുന്നത്, നിന്റെ അനുഗ്രഹം യേശു കർത്താവിൽ കൂടെ, ആ അനുഗ്രഹം അനുഭവിക്കേണ്ട തലമുറയാണ് നമ്മൾ. ഹല്ലേലൂയ. ഇവിടെ യേശു കർത്താവിന്റെ നാമത്തിലാണ് ഈ മുടന്തന്റെ കെട്ടഴിഞ്ഞത്. ഇന്ന് പകൽക്കാലം എന്തെങ്കിലും നടക്കുമോ? യേശുവിന്റെ നാമത്തിൽ നടക്കുമോ? സ്തോത്രം. നടക്കണം, യേശുവിന്റെ നാമത്തിൽ നടക്കണം. അപ്പൊ ഹല്ലേലൂയ, ഈ പറഞ്ഞ വാഗ്ദത്തം പോലെ ആ വാഗ്ദത്തങ്ങൾ കറക്റ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾ വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ ഒത്തിരി അത്ഭുതങ്ങളും ഒരുപാട് പേർ വിടുവിക്കപ്പെടുന്നത്. ഇന്ന് പകലും ഒത്തിരി പേർ വിടുവിക്കപ്പെടുന്നു. എങ്ങനെയാ? യേശുവിന്റെ നാമത്തിൽ. അപ്പൊ മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരു നാമമില്ലെന്ന് പറയുമ്പോൾ നമുക്കത് കാണാപ്പാടമാണ് ആ വാക്യം. പക്ഷെ ആ രക്ഷ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇന്നും കൈയടിച്ച് ആരാധിക്കുമ്പോൾ സ്തോത്രം, പാപക്ഷമ യഥാർത്ഥമായിട്ട് കിട്ടിയ ഒരു സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ശാപത്തിന്റെ അകത്തുനിന്ന് പുറത്തു വന്നോ, അല്ലെങ്കിൽ ആത്മീകമായി, ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ പോലെ ദാസ്യത്തിന്റെ ആത്മാവിന് അടിമപ്പെട്ടും പലതിനും ഹല്ലേലൂയ കീഴിലായിരിക്കുന്നു എന്ന് നമ്മളെ തന്നെ പരിശോധിക്കണം. പക്ഷെ ബൈബിൾ പറയുന്നത്, നിന്റെ ഹല്ലേലൂയ ഏത് തിന്മയ്ക്കകത്ത് നീ കിടന്നാലും, ഏത് ശാപത്തിന്റെ അകത്ത് കിടന്നാലും സ്തോത്രം, ഒരു നാമത്തിന് നിന്നെ രക്ഷിക്കാൻ പറ്റും. സ്തോത്രം. അത് യേശുവിന്റെ നാമമാണ്. യേശു കർത്താവിന്റെ നാമത്തിന് നമ്മെ രക്ഷിക്കാൻ പറ്റും. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, യേശു കർത്താവ് പാപത്തിനു വേണ്ടി വില മുടക്കിയത് കൊണ്ടാണ്. ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ എങ്കിലും നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് ഒരു അസാധാരണ ധൈര്യം വരണം. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് സാഹചര്യത്തിൽ നിന്ന്, കഴിവുള്ള മനുഷ്യരിൽ നല്ല പ്രതീക്ഷിക്കേണ്ടത് യേശു കർത്താവിൽ നിന്നും ആ അഭിഷേകത്തിൽ നിന്നുമാണ് പ്രതീക്ഷിക്കേണ്ടത്. ഇന്ന് പകൽ ആരുമില്ലെങ്കിലും, ഒരു സാധ്യതയില്ലെങ്കിലും, യേശുവിന്റെ നാമം പറയുന്നിടത്ത് ചിലത് സംഭവിക്കും. ആ പരിശുദ്ധാത്മാവ് ചലിക്കുന്നിടത്ത് സംഭവിക്കും. അത് നിന്റെ വീട്ടിൽ നടക്കണം, അത് നമ്മുടെ ശരീരത്തിൽ നടക്കണം, അത് നമ്മുടെ ഹല്ലേലൂയ എല്ലാ വിഷയത്തിന്റെ അകത്തും ഈ ഗുണം നമുക്ക് വരണം. കാരണം ക്രിസ്തു യേശുവിൽ കൂടെയുള്ള അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ട തലമുറ നമ്മളാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഈ
ഈ അടിസ്ഥാനമില്ലാതെ നമ്മൾ ഹല്ലേലൂയ കയ്യും കാലോട്ട് അടിച്ച വിടുതൽ കിട്ടത്തില്ല. ധൈര്യത്തോടെ പിശാചിനോടും സാഹചര്യത്തോടും നോക്കി പറയാൻ നമുക്ക് പറ്റണം. ആമേൻ, സ്തോത്രം. പത്രോസ് ചെയ്തതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റണം. സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ ഇവന് വിടുതലായി. ഒത്തിരി പേർ രക്ഷിക്കപ്പെട്ടു. 5000-ഓളം പേര് രക്ഷിക്കപ്പെട്ടു. അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ആരും കൈയൊന്നും അടിക്കത്തില്ല. സ്തോത്രം. ഇനി നമ്മൾ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇനി ആര് പെട്ടാൽ എന്ത്, പെട്ടില്ലെങ്കിൽ എന്തല്ലേ? സ്തോത്രം. അങ്ങനെയല്ല, നമ്മൾ ഹല്ലേലൂയ വളരെ ഗൗരവത്തോടെ ആ വിഷയം എടുക്കണം. പക്ഷേ ഹല്ലേലൂയ 4-ാം അധ്യായം അതിന്റെ 1 തൊട്ട് 3 വരെ വായിച്ച് ഇത്രയും സംഭവങ്ങൾ നടന്നു. വലിയ ദൈവപ്രവൃത്തി ആരംഭിച്ചു. അമ്മയുടെ ഗർഭം തൊട്ട് മുടന്തനായ ഒരു മനുഷ്യന് വിടുതലും കിട്ടിയപ്പോൾ 4-ാം അധ്യായം 1 മുതൽ 3 വരെ വായിച്ചേ. അവർ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദേവാലയത്തിലെ പടനായകനും സദൂക്യരും അവരുടെ നേരെ വന്നു. അവർ ജനത്തെ ഉപദേശിക്കാലും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തെ യേശുവിന്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കാലും നീരസപ്പെട്ടു. അവരെ പിടിച്ച് വൈകുന്നേരമാകൊണ്ട് പിറ്റന്നാൾ വരെ കാവലിലാക്കി. നിങ്ങൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഈ പ്രസംഗിക്കുമ്പോൾ ഭയങ്കര ഈസിയാ കേട്ടിരിക്കാൻ. നിങ്ങൾ ഇങ്ങനെ തലയിൽ തുണിയൊക്കെ ഇട്ട് സഹോദരന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഭക്തിയോടെ ഇരുന്ന് കേട്ട് കയ്യോ അടിച്ച് വീട്ടിൽ പോകും. സ്തോത്രം. ഇവരെ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടായിരുന്നു, യേശുവിന്റെ നാമത്തിൽ ആ വിടുതൽ അവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ തലമുറ നിങ്ങളാണ്, ആ തലമുറ നിങ്ങളാണെന്ന് പറഞ്ഞിട്ട് അവർ വീട്ടിൽ പോയി കിടക്കുകയല്ല. ആ യേശു കർത്താവിൽ കൂടെയുള്ള വിടുതലിനെ അവിടെ പറയുക, അവിടെ അപ്ലൈ ചെയ്യുക. സ്തോത്രം. നമ്മൾ ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യുക. ക്രിസ്തുവിൽ കൂടെയുള്ള വിടുതൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ. യേശു കർത്താവിൽ കൂടെ ഉള്ള വിടുതലുകൾ ദൈവത്തിന്റെ കൃപയാൽ സകല കുടുംബങ്ങൾക്കകത്തും വരണം. ഇത് ചെയ്യുന്നിടത്ത് വലിയ പ്രശ്നമുണ്ട്. ഇത് ചെയ്താൽ വലിയ പ്രശ്നമുണ്ട്. വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതുവരെ ഇല്ലാത്തവർക്കൊക്കെ നീരസം വരാൻ തുടങ്ങും. അതൊരു ആദ്യ പടിയാണ് നീരസം വരിക എന്നുള്ളത്. ഞാൻ അതൊന്നും ഹല്ലേലൂയ അധികം വിശദീകരിക്കുന്നില്ല. താഴോട്ട് ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരും കൂടെ നിൽക്കുന്നവരും ആത്മാവിൽ പൊരുതുന്നവരും ആമേൻ വലിയ ഗൗരവത്തോടെയൊക്കെ കടന്നു വരും. ഈ ഒരു സത്യം നിങ്ങൾ തിരിച്ചറിയണം. ഈ ഒരു സത്യം തിരിച്ചറിയണം. എങ്ങനെയെങ്കിലും ജീവിച്ചാൽ, എന്തെങ്കിലും പറഞ്ഞാൽ, ആരെങ്കിലും കുറിച്ച് പറഞ്ഞാൽ, ആമേൻ എന്തെങ്കിലും തോന്നലിൽ ജീവിച്ച് വിശ്വാസ ജീവിതം നയിച്ചാൽ യാതൊരു പ്രശ്നവും നമുക്കില്ല. പക്ഷേ ക്രിസ്തു കേന്ദ്രീകൃതമായിട്ട് ഒരു ആത്മാവിന്റെ രക്ഷയെ കരുതി, അല്ലെങ്കിൽ പിശാച് വെച്ച മുഖം യേശുവിന്റെ നാമത്തിൽ തകർക്കും എന്ന് നീ പറഞ്ഞാൽ നിന്നെ നോട്ടവിടും. ഇനി ഇത് കേട്ടിട്ട് ധൈര്യമുള്ളവർ മാത്രം നിന്നാൽ മതി. സ്തോത്രം. അവർ മാത്രം മുമ്പിൽ നിന്ന് പൊരുതിയാൽ മതി. ഇല്ലെങ്കിലും നോട്ടവിടും. അതുകൊണ്ടൊക്കെ നമ്മളിവിടെ വന്നത്. ഇഷ്ടം അടിയുടെ പൂരം കഴിഞ്ഞിട്ട് ഈനകത്ത് വന്നപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വന്ന് അറിഞ്ഞപ്പോൾ ആ സത്യം മനസ്സിലാക്കിയാൽ നമുക്ക് ജയിക്കാൻ പറ്റും. ഇനി സ്തോത്രം. അതുകൊണ്ടാണ്. അത് മാത്രമല്ല, അതിനെ തകർക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ മുഖം നമ്മൾ ചുമക്കരുത്. കഷ്ടങ്ങളും ദാരിദ്ര്യങ്ങളും വേദനകളൊക്കെ വന്നോട്ടെ, അത് സ്വാഭാവികമായി വന്നത് വരട്ടെ. പക്ഷെ ചില കുടുംബങ്ങളുടെ മേൽ ഇരിക്കാൻ പാടില്ല. വിദ്യാഭ്യാസത്തിന്റെ മേൽ ഇരിക്കാൻ പാടില്ല. ഭാവിയുടെ മേൽ ഇരിക്കാൻ പാടില്ല. അത് തുറന്ന് തന്നെയാകണം. അത് സംഭവിക്കുന്നത് യേശുവിന്റെ നാമത്തിലാണ്. ആ തലമുറ ഇതാണ്. ഹല്ലേലൂയ. നമ്മൾ വിശ്വസിക്കണം, ഈ സഭ ക്രിസ്തു യേശുവിൽ അനുഗ്രഹിക്കപ്പെടാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവരാണെന്ന് നമ്മൾ വിശ്വസിക്കണം. ആരും കൊണ്ടുവന്ന് തരുന്നതല്ല. യേശു കർത്താവ് വില കൊടുത്തത് നിമിത്തം ആമേൻ അമ്മയുടെ ഗർഭം തൊട്ട് മുടന്തനാണെങ്കിലും അവൻ എഴുന്നേൽക്കാൻ അവസരം കിട്ടിയത് ക്രിസ്തു നിമിത്തമാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, ആമേൻ നിനക്ക് വേണ്ടി ഹല്ലേലൂയ മരിച്ച കർത്താവിന് നിന്റെ ജീവിതത്തെ ഉദ്ധരിക്കാനും വിടുവിക്കാനും കഴിയുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ വിശ്വസിച്ച് ഏത് പ്രതിസന്ധിക്കകത്തും നീ കരുത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ശക്തിയോടെ പൊരുതാൻ തുടങ്ങണം. ശക്തിയോടെ നീ എതിർക്കാൻ തുടങ്ങണം. ശക്തിയോടെ കർത്താവിനായി നിൽക്കാൻ തുടങ്ങണം. നിങ്ങൾക്ക് പിടിയിട്ടുന്നുണ്ടോ ഞാൻ പറഞ്ഞേ? നമ്മൾ അടിസ്ഥാനമില്ലാതെ യുദ്ധത്തിന് പോകരുത്, അറിയാതെ. ആമേൻ, സ്തോത്രം. ഇന്നലെ മെനഞ്ഞാന്ന് പ്രസംഗം ചെയ്തിട്ട് ഞാൻ ചോദിച്ചു ഒരു ആൻറ്റിയുടെ അടുത്ത്, ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ആ ചർച്ചിൻ്റെ കാര്യമൊക്കെ വലിയ കഷ്ടം. സ്തോത്രം. അത് ഞാൻ പറയുന്നില്ല. ഉപവസിച്ച് ആൻറ്റി പ്രാർത്ഥിച്ചു. ഉപവാസം കഴിഞ്ഞ് പിറ്റേന്ന് പനി വന്ന് തൂക്കിയെടുത്ത് അടിച്ചാൽ എന്നായിരിക്കും? നമ്മൾ പ്രാർത്ഥിച്ച് ഉപവസിച്ച് എഴുന്നേറ്റ് പിറ്റേന്ന് വിറയലും പനി വന്ന് ഒരാഴ്ച കിടപ്പിലായി. എന്നാ നമ്മളെല്ലാവരും പറയുന്ന ഒരു സ്വരമുണ്ട്, പിശാച് അങ്ങനെയാണെങ്കിൽ നിൽക്കരുത്. അങ്ങനെയാണെങ്കിൽ നിൽക്കരുത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നിൽക്കരുത്. അവനിട്ട് അടിക്കാനുള്ള ചെണ്ടയല്ല നീ യേശുവിൻ്റെ പൈതല. ഒന്നാമത്തെ തിരിച്ചറിവ് അതാ. സ്തോത്രം. ആ യേശുവിന്റെ പൈതലിന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. ആ യേശുവിന്റെ മക്കൾ കൂടുന്ന ഇടത്ത് ഇറങ്ങി ചലിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. ആ യേശുവിന്റെ മക്കൾ ആരാധിക്കുന്നിടത്ത് ചലിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. അത് നുകത്തെ തകർക്കുന്നതാണ്. അത് പിശാചിനെ ഉടയ്ക്കുന്നതാണ്. അത് ദേശത്തെ രക്ഷിക്കുന്നതാണ്. അത് ജനത്തിന് വിടുതലാണ്. ഇന്ന് പകലും വിശ്വസിക്കുന്നവർ ആത്മാവിൽ ഏറ്റെടുത്താൽ ആമേൻ നുകങ്ങളെ തകർക്കത്തക്കവണ്ണം ആത്മാവിന്റെ പുഷ്ടി ഇന്ന് പകലും ഇതിന്റെ അകത്ത് ചലിക്കാൻ തുടങ്ങും. വിശ്വസിച്ച് ഞാൻ എന്നോട് തന്നെ പറയുന്നത്, ഇത് തിരിച്ചറിഞ്ഞ് ഇനി നിൽക്കരുത്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞേച്ച് പോയി. സ്തോത്രം. അന്ന് തൊട്ടേ ചൊറിയ ആര്? പിശാച്. സ്തോത്രം. ഇങ്ങനെ മാന്തിയിട്ടേ ഇരിക്കും. മനസ്സിലാവുന്നോ? എന്ന് പറഞ്ഞാൽ നീ അടുത്ത് പറയുമോ, നീ മുമ്പോട്ട് പോകുമോ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു നീരസം അപ്പം തന്നെ തുടങ്ങുക. നീരസം എന്ന് പറഞ്ഞാൽ അത് പിടികിട്ടിയോ?
ഇവന്മാരിപ്പോ പറഞ്ഞപ്പോ 5000 എണ്ണം ഇഞ്ഞു പോന്നു. ഒരു മുടന്ന് ഇവന്റെ പിടി വിട്ടു പോവുക. ഞാൻ അതിന്റെ അവസാനം വരുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സാത്താന്റെ പിടിവിട്ട് പോവുക. ഇവൻ ഇങ്ങനെ നിന്നാൽ, ഇവൻ ഈ സഭയം കൊണ്ട് ഇങ്ങനെ നിന്നാൽ സാത്താന്റെ പിടി പോകും. അത് പത്രോസ് ഇറങ്ങി പേടിച്ചൊക്കെ ഇരുന്നവന്മാർ അഭിഷേകം പ്രാപിച്ച് ഇറങ്ങിയപ്പോഴേ അന്തരീക്ഷം അങ്ങ് മാറി. ശ്രോത്ര, അവർ പിശാചിനറിയാം നീ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കുമെന്ന്. അത് ഭയങ്കര നീരസം. അമ്മമാരോട് വിളിച്ചു പറയാ ഇനി മിണ്ടരുതെന്ന്, ഇനി നിങ്ങൾ സംസാരിക്കണ്ട. അങ്ങനെ പറഞ്ഞാൽ സംസാരിക്കാതിരിക്കുമോ? സംസാരിക്കുമോ? പത്രോസിനെ പോലെ നിൽക്കണം. പുള്ളി പറഞ്ഞ് ഞങ്ങൾ കണ്ടും കേട്ടുള്ളത് പ്രസ്താവിക്കാതിരിക്കാൻ പറ്റത്തില്ല. പറയാൻ പറ്റുമോ? വീടൊക്കെ എന്നേ മാനസാന്തരപ്പെട്ടേനെ. ഭയങ്കര ധൈര്യം ഇന്ന് പകൽക്കാലം അകത്ത് വരണം കേട്ടോ. അതാ പരിശുദ്ധാത്മ, വലിയ ധൈര്യം അകത്ത് വരണം. എന്തൊക്കെയോ ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കരുത്. ഞാൻ പറയട്ടെ, പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയിരിക്കും. അവാർഡൊന്നും അല്ല കിട്ടുന്നത്, എനിക്കറിയാം. പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ മനസ്സിലായതുകൊണ്ട് നീ ചൊറിയണ്ട, നീ ചൊറിഞ്ഞ, ഞാൻ ചെയ്യേണ്ട, ഞാൻ ചെയ്തോളാം. അതാ എൻ്റെ സ്തോത്രം ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അത് എനിക്കറിയത്തില്ല ഏത് ദൂരമൊന്നും ഞാൻ നോക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, യേശുവിൻ്റെ നാമത്തിൽ ഈ ദേശത്തിൽ നടക്കേണ്ട വിടുതൽ നടന്നിരിക്കും. സ്തോത്രം. ആ പരിശുദ്ധാത്മാവിനാൽ ഈ ദേശത്തിൽ നടക്കേണ്ട വിടുതൽ നടന്നിരിക്കും. ഈ സഭ നിമിത്തം വരേണ്ട ആത്മാക്കൾ വന്നിരിക്കും. ഈ സഭ നിമിത്തം അഴിയേണ്ട കെട്ടുകൾ അഴിഞ്ഞിരിക്കും. ഈ സഭ നിമിത്തം വിടുവിക്കപ്പെടേണ്ട കുടുംബങ്ങൾ വിടുവിക്കപ്പെട്ടിരിക്കും. അത് കഴിയുന്നത് വരെ വിശ്രമമില്ല എന്ന് ഇന്ന് പകൽക്കാലം കരുത്തോടെ പറയാൻ പറ്റുന്ന ഒരു സമൂഹമായി ഈ സഭ മാറണം. പ്രാർത്ഥിക്കുന്നവർ മാറണം. കരുത്തോടെ എഴുന്നേൽക്കുന്ന ഒരു സൈന്യം ഇതിനകത്തുണ്ടാകണം. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെയോ എന്റെയോ കഴിവല്ല. എന്താണ് നമ്മൾ ഏത് തലമുറയെന്ന് തിരിച്ചറിയണം. നമ്മളേത് തലമുറ ഇതിനകത്ത് വളരെ ഗൗരവത്തോടെ തിരിച്ചറിയണം. പലപ്പോഴും നമ്മെ ആത്മീയതയിൽ വിടാതിരിക്കുന്ന ശത്രുവിന്റെ തന്ത്രം തിരിച്ചറിയണം. യേശുവിനെ സ്വീകരിക്കരുത്, സ്നാനപ്പെടരുത്, സ്തോത്രം, നേരാമണ്ണം മുമ്പോട്ട് പോകരുത്. ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് നിന്റെ കെട്ട് അഴിയാതിരിക്കാനാ. നിനക്ക് ക്രിസ്തുവിലൂടെയാ വിടുതൽ. ആ തലമുറയാ പിശാചിന് നന്നായിട്ട് അറിയാം. യഥാർത്ഥമായി ക്രിസ്തു നിന്റെ ജീവിതത്തിൽ വന്നാൽ അവൻ കെട്ടിയ സകല കെട്ടും പൊട്ടും. സ്തോത്രം. അതുകൊണ്ട് അവർ നമ്മളെ കേട്ട് വല്ലാതെ വൈകിപ്പിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒന്നാമത്തെ ചിന്ത മക്കളോടെല്ലാം പറയുന്നു. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ചില രോഗങ്ങളൊക്കെ വരുമ്പോൾ അതിൽ കൂളായിട്ട് എന്ത് ചെയ്യണം? അങ്ങ് നിൽക്കണം. സ്തോത്രം. ധൈര്യത്തോടെ നിൽക്കണം. കർത്താവിനോടാണ് പ്രാർത്ഥിച്ചത്, കർത്താവിലാണ് വിശ്വസിച്ചത്. കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ആ വലിയ കരുത്ത് നമുക്കുണ്ടാകണം. കാരണം നമ്മൾ കർത്താവിന്റെ കുഞ്ഞുങ്ങളാ. സ്തോത്രം. കർത്താവിന്റെ കുഞ്ഞുങ്ങളാ. സ്തോത്രം. അതിന്റെ 4:18 വായിച്ചു. പെട്ടെന്ന് ആ ഭാഗം അങ്ങ് പോകാം. 4:18. പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കുകയും അരുത് എന്ന് കൽപ്പിച്ചു. അവിടെ ഒരു കൽപ്പന നടത്തി. നീരസപ്പെട്ടവരെല്ലാം വിളി കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പതുക്കെ വിളിച്ച് അടുത്ത് വിളിച്ചേച്ച് പറയുകയാണ്, നിങ്ങൾ എന്നാ വേണോ പറഞ്ഞു, യേശുവിന്റെ നാമം മാത്രം മിണ്ടരുത്. നിങ്ങൾക്ക് പിടിയിടുന്നുണ്ടോ മക്കളെ? യേശുവിന്റെ നാമം. അതെന്നാ യേശുവിന്റെ നാമം മിണ്ടിയാൽ? കുറിവാക്യത്തിൽ വായിച്ചു, യേശുവിന്റെ നാമത്തിലാണ് വിടുതൽ. അപ്പൊ നിന്റെ വിടുതലിന് ആധാരമായത് പറഞ്ഞാൽ അവിടെയാ പ്രശ്നം. നമ്മുടെ വിടുതലിന് ആധാരമായ വിഷയം എവിടെ വെളിപ്പെട്ടാലും, എപ്പോ സഭയിൽ വെളിപ്പെട്ടാലും, എപ്പോ നിന്നോട് ആത്മാവിടപെട്ടാലും അവിടെ അതിലേക്ക് നമ്മൾ വിടാതിരിക്കാൻ ശത്രു വല്ലാതെ ശ്രമിക്കും. ഇവിടെ നിങ്ങൾ പറഞ്ഞു കേട്ടോ, വേറെ എന്താ പറഞ്ഞ? യേശുവിന്റെ നാമം പറയരുത്. പത്രോസ് പറഞ്ഞെന്ന് പറഞ്ഞാൽ ആ നാമത്താലാ വിടുതൽ, ആ യേശുവിന്റെ നാമത്തിലാ വിടുതൽ, ആ യേശുവിൽ കൂടിയ വിടുതൽ. ആ വാഗ്ദത്തത്തിന്റെ തലമുറ നിങ്ങളാ. അത് പറഞ്ഞുകൊണ്ട് വന്നപ്പോഴേ ഓരോന്ന് കെട്ടഴിയാൻ തുടങ്ങിയത്. നിങ്ങൾക്ക് വേദപുസ്തകം അറിയാം. അവരിങ്ങനെ ഹല്ലേലൂയ പിശാച് അടിമപ്പെടുത്തിയ സകലതിനെയും വിടുവിച്ചെടുത്തുകൊണ്ട് കരുത്തോടെ വരുമ്പോ സ്തോത്രം, ശത്രു പറയുക ഈ നാമം മാത്രം മിണ്ടരുത്. പത്രോസ് അതിനു മുമ്പ് എന്തെല്ലാം മിണ്ടിയിട്ടുണ്ട്, എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. സ്തോത്രം. ഒരു പ്രശ്നവുമില്ല. പക്ഷെ യേശുവിന്റെ നാമം, ഞാൻ പറയട്ടെ, പിശാച് ശ്രമിക്കുന്ന ഒന്നാമത്തെ തന്ത്രമാണ് നീ യേശു എന്ന വാക്കുച്ചരിക്കരുത്. നീ യേശുവിൽ വിശ്വസിക്കരുത്, യേശുവിനെ ഉയർത്തരുത്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയ. ക്രൂശിനെ ഉയർത്തരുത്, ക്രിസ്തുവിനെ ഉയർത്തരുത്, യേശുവിനോട് ചേർന്ന് നടക്കരുത്, യേശുവിൽ വിശ്വസിക്കരുത്, യേശുവിനെ സ്വീകരിക്കരുത്. ഇതൊക്കെ പിശാചിന്റെ അജണ്ടയാന്ന് തിരിച്ചറിയണം. കാരണം നിന്റെ വിടുതലിനെ വൈകിപ്പിക്കുക, നിന്റെ വിടുതലിനെ മുടക്കുക, നിന്റെ ചുമലിലിരിക്കുന്ന നുകത്തെ അങ്ങനെ തന്നെ വയ്ക്കുക എന്നത് പിശാചിന്റെ തന്ത്രമാണ്. പക്ഷെ ഇന്ന് പകൽ ഇതിനകത്തിരുന്ന് കേൾക്കുന്നവർ തന്റെ ഇടമുണ്ടെങ്കിൽ കർത്താവിനോട് പറ, ഇനി ആ നുകം എന്റെ മേൽ ഇരിക്കത്തില്ല. ഞാൻ യേശു കർത്താവിൽ വിശ്വസിക്കും, ഞാൻ യേശുവിന്റെ പുറകെ പോകും, ഞാൻ യേശുവിനെ സ്വീകരിക്കും എന്ന് പറയാൻ കഴിഞ്ഞാൽ നിന്റെ ബന്ധനം അഴിയുന്ന പകല. ഹല്ലേലൂയ. സ്തോത്രം. എന്തെങ്കിലും പറഞ്ഞും കേട്ടു ഇരിക്കരുത്.
ബഹുനിശ്ചയത്തോടെ യേശുവിനെ പറ്റി പറഞ്ഞാലും ബഹുനിശ്ചയത്തോടെ പറയണം. പത്രോസൊക്കെ ധൈര്യത്തോടെ പറഞ്ഞു. അവർക്കറിയാം പറഞ്ഞാൽ എന്നാ സംഭവിക്കും. യേശുവിന്റെ നാമം പറഞ്ഞാൽ ആരെന്ത് പ്രതികരിക്കുന്നു അതൊന്നുമല്ല, പറഞ്ഞത് ആരെക്കുറിച്ചാ. ആരെയാ നീ ചുമക്കുന്നത്, ആരാ നിന്നെ ചുമക്കും, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റാ. യേശുവിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. സ്തോത്രം. അപ്പോൾ ഇവിടെ ഉള്ള പ്രതിസന്ധിയാണ് ഞാൻ പറഞ്ഞു. ഒന്ന് നീരസപ്പെടും, രണ്ടാമത് പിശാചിന്റെ അജണ്ടയാണ് യവൻ ഇനി വാ തുറക്കരുത്. പിടിയിടുന്നുണ്ടോ വലിയ ബ്രദറെ? അങ്ങനെ നിൽക്കരുത്. വിശ്വാസത്തിൽ ഒറ്റയ്ക്ക് വന്നിരിക്കുക. വല്ലാതെ പറപ്പിച്ച് കളയും ചിലപ്പോയിട്ട്. അതിന്റെ ഗൗരവം നിങ്ങൾ തിരിച്ചറിയണം. വല്ലാതെ നമ്മളെ ചുറ്റിച്ച് കളയും. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് അവന്റെ പണിയാ. ഇവിടെ ഉറച്ചു നിന്നാൽ മാത്രം മതി കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന്. അല്ലെങ്കിൽ നമ്മൾ ഇടറിപ്പോകും. നിങ്ങൾക്ക് കണ്ടോ അവന് ശത്രുവിന്റെ ആശ കണ്ടോ? നിങ്ങൾ പത്രോസ് എന്നാ വേണോ എടുത്തോ, മീന് പിടിച്ചോ വിറ്റോ വേറെ എന്ത് കഥ പറഞ്ഞോ, പക്ഷെ നീ യേശുവിന്റെ നാമത്തിൽ അശേഷം നീ മിണ്ടരുത്, സംസാരിക്കരുത്. അത് മാത്രം തടയപ്പെടണം. അപ്പൊ സഭ യേശുവിന്റെ ഞാൻ നിങ്ങളോട് സത്യസന്ധമായിട്ട് പറയട്ടെ, ഈ പിശാചിനെ എവിടെയാ കൊള്ളുന്നതെന്നറിയോ? ഞാൻ ഈ പ്രഖ്യാപിക്കത്തില്ലയോ, നിന്റെ മേലിരിക്കുന്ന നുകത്തെ ഞാൻ തകർക്കും എന്നൊക്കെ പറയുമ്പോഴേ അവ ആണ്ടുകൊണ്ട് കൊതിച്ച് വച്ചിരിക്കുന്ന സാധനം. ഇതിനകത്ത് ഒരെണ്ണം വിദ്യാഭ്യാസത്തിൽ ഉയരരുത്, ഗതി കെട്ടങ്ങ് തീരണമെന്നുള്ള അവന്റെ ഒരു കൊതിയുണ്ട്. അത് ഭയങ്കര ഇഷ്ടം അവന്. മനുഷ്യന്റെ കണ്ണുനീരും തകർച്ചയും ശൂന്യതയും ഒതുക്കപ്പെട്ട് കിടക്കുന്നത് പിശാചിന് താല്പര്യം. അതിനകത്തിട്ട് നമ്മളെ വറക്കാൻ അവൻ ശ്രമിക്കും. മനസ്സിലാകുന്നോ? അപ്പൊ അതിനെതിരെയൊക്കെ ശബ്ദം എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് അവൻ എന്ത് ചെയ്യും? ഇപ്പൊ നമ്മളെടുത്ത് വന്ന് മിണ്ടരുതെന്ന് പറയത്തക്ക സാഹചര്യങ്ങൾ ഉള്ളിടത്ത് പറയുന്നുണ്ട്. പക്ഷെ അവന്റെ ശ്രമം ഇതാണ്, നീ മിണ്ടരുത് അല്ലേ? ഇപ്പൊ നമ്മൾ ഇന്നിവിടെ പാടിയ പാട്ടില്ലയോ, എന്നതാ കർത്തൻ നീ മരണത്തെ, ഇതൊക്കെ അവന് ഒട്ടും ഇഷ്ടപ്പെടാത്ത സംഭവം. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോഴൊക്കെ അതൊക്കെ പറയുമ്പോൾ അത്യുച്ചത്തിൽ കൈ ഉയർത്തിയോ ചാടിയോ എല്ലാം മുട്ടും മടങ്ങും എന്നൊക്കെ ബഹുനിശ്ചയത്തോടെ നീ പറയണം. ബഹുനിശ്ചയത്തോടെ നീ വിശ്വസിക്കുന്നെങ്കിൽ കൃത്യതയോടെ പറയണം. പിശാചേ നിന്റെ മുട്ടും മടങ്ങും, നിന്റെ മുട്ടും മടങ്ങും. മടങ്ങാത്ത ഏത് മുട്ടും മടങ്ങും ഈ യേശുവിന്റെ നാമത്തിൽ. സ്വതന്ത്രം ആ നിശ്ചയം. അല്ലാതെ നമ്മൾ ബഹളം വയ്ക്കുന്നുണ്ടെന്നല്ല വിടുതല്. സ്വതന്ത്രം നമ്മൾ ബഹളം വെക്കുന്നതെന്നല്ല വിടുതല്. അതിനകത്ത് നിങ്ങൾ പറയുമ്പോൾ ദൈവസാന്നിധ്യം വെളിപ്പെടണം. നമുക്ക് പറ്റുന്ന എന്നാണെന്നറിയോ? ക്രിസ്തുവിലുള്ള വലിയ വിശ്വാസം നമുക്കില്ല. നമുക്കങ്ങനെ തിരിച്ചറിയത്തില്ല. അപ്പോസ്തലന്മാരിൽ ഉണ്ടായിരുന്ന ഭയങ്കര സംഭവം എന്ന് പറഞ്ഞാൽ അവർക്ക് ആ യേശു കർത്താവിലുള്ള വിശ്വാസം. നമ്മൾ കാലിൽ ഇടറിപ്പോകുന്നത് ഇതുപോലുള്ള പ്രതിസന്ധി വരുമ്പോഴാണ്. ഇവർ പ്രസംഗിച്ച് അടിപൊളിയായിട്ട് ഇറങ്ങി വന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ മിണ്ടരുതെന്ന്. അവൻ പറഞ്ഞു മിണ്ടും. അങ്ങനെ നിൽക്കാൻ ആള് വേണ്ടിയേ. പിശാച് വല്ലാതെയൊക്കെ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ധൈര്യത്തോടെ പറഞ്ഞു, നീ നിന്റെ ജോലി നോക്ക്, ഞാൻ എൻ്റെ യേശുവിനെ ഉയർത്തും. വിശ്വാസം വിട്ട് ഞാൻ പോകത്തില്ല. കർത്താവിനെ തള്ളിയിട്ടൊരു ജീവിതമില്ല. ഇത് പ്രഖ്യാപിക്കാമെങ്കിൽ അടുത്ത ചുവടിലേക്ക് പോകാൻ പറ്റും, മുമ്പിലേക്ക് തന്നെ പോകാൻ പറ്റും. തകർക്കാൻ ഹല്ലേലൂയ ശത്രുവിന് കഴിയത്തേയില്ല. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് പല കാര്യങ്ങൾ പലരിലൂടെയും പിശാച് ചെയ്യുമ്പോൾ നമുക്ക് ലഭിച്ച ശുശ്രൂഷയെ വളരെ കരുത്തോടെ നമ്മൾ ചെയ്യണം. ദൈവസഭ ഒരുങ്ങണം. ഒന്ന്, നിങ്ങൾ ഹല്ലേലൂയ ആത്മീകമായി മുന്നേറുമ്പോൾ പിശാചിന് ഇഷ്ടമല്ല. നീരസം, പലർക്കും നീരസം വരും. സ്തോത്രം. അതുകൊണ്ടല്ലേ ചിലരൊക്കെ ചോദിക്കും എന്നും നീ എവിടെ എടുത്തുകൊണ്ട് പോണത് എന്നൊക്കെ ചോദിക്കത്തില്ലയോ? താല്പര്യമില്ല. സ്തോത്രം. പ്രയോജനപ്പെടുമെന്ന് കണ്ട് അവിടെ പ്രശ്നം തുടങ്ങും. എന്തോന്ന് എപ്പോഴും ആരാധന, ഇത്രയും നേരം എന്തിന്? ഇതൊക്കെ വരുന്നതിനകത്ത് ചെറിയ പ്രയാസങ്ങളുണ്ട്. അത്യാവശ്യമുള്ളവർക്ക് വരുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. പൊതുവിൽ ഹാലിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നമ്മൾ ഇതിൽ നിന്ന് അങ്ങ് അകറ്റാൻ സർവത്ര പണി പിശാചെടുക്കും. അല്ലാതെ അവൻ കൊമ്പും വെച്ചോണ്ടോ നമ്മളെ പേടിപ്പിക്കത്തൊന്നുമില്ല. വഴിയിൽ വന്ന് പിശാച് കൊമ്പും വെച്ചോണ്ടോ അതൊക്കെ ചുമ്മാതാ. സ്തോത്രം. ചുമ്മാതാ. ആമേൻ. പിശാചിന്റെ തന്ത്രം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സന്ദേശത്തിനകത്ത് കയറരുത്, ഈ പറയുന്ന വിടുതലിനകത്ത് കയറരുത്, ഇത് വിശ്വസിക്കരുത്, ഈ അഭിഷേകം നിന്റെ മേൽ ഇറങ്ങരുത്. ഇതിന് വേണ്ടിയ ചിന്ത ഞാൻ കഴിഞ്ഞ ആഴ്ച നിർത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനത്തെ ചിന്തയോടൊന്നും പോകരുത്. എന്തുണ്ടെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ നമുക്ക് ക്ലിയർ ചെയ്യാം. പരിശുദ്ധാത്മാവ് ചലിക്കട്ടെ, ദൈവവചനം ശക്തിയോടെ ചലിക്കട്ടെ, ആ വിടുതലുകൾ കാണാൻ തുടങ്ങട്ടെ അസാധാരണമായി. സ്തോത്രം. അതിന് ദൈവസഭ വില കൊടുക്കണം. അതിന് ദൈവസഭ ശക്തമായും വ്യക്തമായും പ്രാർത്ഥിക്കാൻ ഈ ദിവസങ്ങളിൽ തുടങ്ങണം. സ്തോത്രം. അപ്പൊ നീരസപ്പെടുകയും ചെയ്യും, നീ മിണ്ടരുതെന്നും പറയും, നിന്റെ നാവിനെ ബന്ധിക്കാൻ വേണ്ടി എന്തും ചെയ്യും. സ്തോത്രം. അപ്പോഴൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞില്ലേ, വലിയ നമുക്ക് ഡ്രൈനെസ് ഒക്കെ ഫീൽ ചെയ്യുന്നു, വല്ലാത്തൊരു അന്തരീക്ഷം എന്നൊക്കെ ഞാൻ പറയത്തില്ലേ. ഇത് മിക്കവാറൊക്കെ അതിന്റെ കളിയാ. നമ്മളൊക്കെ ഒരുങ്ങിക്കൊണ്ടൊക്കെയാണ് വരുന്നത്. സ്തോത്രം. ഒരുങ്ങി വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നതാ, 4 അപ്പവും 2 മുട്ടയും ഒരു അരക്കുറ്റി പുട്ടും പിന്നെ എന്നതാ ഏത്തപ്പഴം, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കയറ്റിയിട്ട് വരുമ്പോൾ നല്ല ഒരുക്കം ഇല്ലയോ? എന്നിട്ട് ഇവിടെ വന്നിരുന്ന ചതയ്യ. അങ്ങനെ ഇവനെതിരെ യുദ്ധം ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിൽ വരണം കേട്ടോ. സ്തോത്രം. പ്രാർത്ഥിച്ച് ശക്തിയോടെ വരണം. ഈ വചനങ്ങളൊക്കെ വീഴുമ്പോഴേ ഞാൻ പറഞ്ഞൊരു ആണ്ടുകൾ കൊണ്ട് പിശാച് വെച്ച അടിസ്ഥാനത്തെ ചിതറുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റണം. കണ്ണുകൊണ്ട് കാണുന്ന വിടുതലുകൾ ഉണ്ടായേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വിശ്വാസത്തിൽ ക്ഷീണിക്കും. ഏമേൻ. പൊളിക്കുമെന്ന് പറഞ്ഞാൽ പൊളിച്ചേ പറ്റത്തുള്ളൂ. സ്തോത്രം. 25-26 വാക്യം വായിച്ച് 4:25-26. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും
അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിഷിക്തന് വിരോധമായും ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു. മതി, അതിന്റെ ബാക്കിയും കൂടെ വായിച്ചെങ്കിൽ നല്ലതായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾ ക്ഷീണിക്കുന്നുണ്ടോ? എനിക്ക് നല്ല ക്ഷീണം വരുന്നുണ്ട്, ശ്വാസം കിട്ടുന്നില്ല. പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ ഹല്ലേലൂയ ഇവർ മിണ്ടരുതെന്നൊക്കെ പറഞ്ഞ ഇവരുടെ ഉപദ്രവമൊക്കെ വന്ന് അവർ പ്രാർത്ഥിക്കുന്നവരോട് പറഞ്ഞു, സഭയോട് ഞാൻ പറയും പോലെ. ഏമേൻ. പക്ഷേ ഹല്ലേലൂയ നിങ്ങൾ ഇരുന്ന പോലെയല്ല അവരിരുന്നേ. ഏമേൻ. അവർ ദൈവത്തോട് പറഞ്ഞതാണ്. ദാവീദിന്റെ ഒരു പ്രവചന വാക്യം എടുത്തിട്ട് ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യം, ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നു, അഭിഷക്തന് വിരോധമായി ഭൂരാജാക്കന്മാർ എഴുന്നേൽക്കുന്നു. നിങ്ങൾക്ക് ഹല്ലേലൂയ നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഇതെന്തിന്റെ കേടാ? കണ്ട, ആരും മിണ്ടുന്നില്ല. ആ ദൂതിനകത്തായിരുന്നെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് എന്നൊക്കെ പ്രാർത്ഥിക്കും. ശ്രോതനം, ഇതെന്നത്തിന്റെ കേടാ? ഇവർ യേശുവിനെ പറഞ്ഞു ഒരു പാവം പിടിച്ചവന്റെ കെട്ടുപൊട്ടി കുറെ കുടുംബങ്ങൾ വിടുവിക്കപ്പെട്ടു, വേറൊന്നും സംഭവിച്ചില്ലല്ലോ. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാകുന്നോ? അങ്ങനെ ഒരു ദൗത്യമായിട്ടറിയപ്പോൾ ആരൊക്കെ എഴുന്നേറ്റു? ജാതികൾ. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, അത് മനസ്സിനകത്തുണ്ടെങ്കിൽ ഇപ്പൊ കത്തിയനെ. ശ്രോത്രം, വംശങ്ങൾ, രാജാക്കന്മാർ, ഇതൊക്കെ ആരാന്നുള്ളതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കൂടെ കൂട്ടത്തോടെ എഴുന്നേറ്റ് ഈ പാവം പിടിച്ചവന്മാർ വാ തുറക്കരുത്. മനസ്സിലാവുന്നു നിങ്ങൾക്ക്? എന്നാ മനസ്സിലായി? ഇവര് ദൈവസഭയോടൊന്ന് സങ്കടം പറഞ്ഞു. ഇങ്ങനെയാണ് സംഭവിച്ചത്. വലിയ ദൈവപ്രവൃത്തി ഉണ്ടായി, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഉണ്ടായി, നുകങ്ങൾ തകരാൻ തുടങ്ങി, വിടുതൽ വ്യാപരിക്കാൻ തുടങ്ങി. അന്നേരം ഒരു കൂട്ടം ഇളകി വന്ന് മിണ്ടരുതെന്ന് പറഞ്ഞു. ശ്രോത്രം, മേലിൽ ഈ നാമം സംസാരിക്കരുതെന്ന് പറഞ്ഞു. അവർക്ക് നീരസമായി. അവർ വലിയ കാര്യങ്ങൾ ചെയ്തു, അടിച്ചില്ലെന്നേ ഉള്ളൂ. ഒരു സങ്കടത്തോടെ വന്ന് സഭയിൽ പറഞ്ഞു. ഇരിക്കുന്ന ഇരിപ്പ് വേണ്ടില്ലയോ? ശ്രോത്രം, സഭയിൽ വന്ന് പറഞ്ഞു. സഭയിൽ വന്ന് പറഞ്ഞപ്പോൾ അതുങ്ങളെല്ലാം കൂടെ ഇരുന്നുകൊണ്ടൊരു പ്രാർത്ഥന. ദൈവമേ, ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നു, അധിപതികൾ എഴുന്നേൽക്കുന്നു. എന്നതിനാ? ദൈവത്തിന്റെ അഭിഷക്തന് വിരോധമായി ദൈവം പറഞ്ഞ പ്രവർത്തികൾ ആമേൻ സ്തോത്രം സംഭവിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചത് സംഭവിച്ചപ്പോൾ, ആമേൻ ദൈവം ആമേൻ ഹല്ലേലൂയ മുൻകൂട്ടി പറഞ്ഞത് സംഭവിച്ചപ്പോൾ, ഒന്നും രണ്ടും ഹല്ലേലൂയ ദേശത്തിലെ ആമേൻ സ്തോത്രം ചെറിയ വാലുകളല്ല അനങ്ങിയത്, അധിപതികൾ എഴുന്നേൽക്കാൻ തുടങ്ങി. സ്തോത്രം, അധിപതികളെതിരായി. ഞാൻ അതാ പറഞ്ഞത്. ആമേൻ മെസ്സേജുകൾ കൈമാറുമ്പോൾ, കൈയടിച്ച് സ്വീകരിക്കുമ്പോൾ, പ്രാർത്ഥന മുറിയിൽ തീരുമാനമെടുക്കുമ്പോൾ, നുകത്തെ തകർക്കുമെന്ന് പറയുമ്പോൾ, സുവിശേഷം പടർത്തുമെന്ന് പറയുമ്പോൾ, നോർത്ത് ഇന്ത്യയിലോട്ട് പോകുമെന്ന് പറയുമ്പോൾ, ഇനിയും ആത്മാക്കളെ കൊയ്യുമെന്ന് പറയുമ്പോൾ, ചലിക്കുന്നത് ചെറിയ പുള്ളികളല്ല, നീ കണ്ടതല്ല, ഈ കാണുന്നതിന്റെ പുറകിൽ ആമേൻ സ്തോത്രം നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ഉഗ്ര ശക്തികളുണ്ട്. ആമേൻ സ്തോത്രം, നിങ്ങൾ തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിൽ ദൈവസഭ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഒരു ജാതിയും ജയിക്കത്തില്ല, ഒരു വംശവും ജയിക്കത്തില്ല, ഒരു അധിപതിയും ജയിക്കത്തില്ല. കർത്താവിന്റെ അനുഗ്രഹം ജനത്തിന്റെ മേൽ വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം. എതിരൊന്നും വരത്തില്ല. യേശുവിനെ പറ്റി പറഞ്ഞ് കുടുംബങ്ങൾക്ക് വിടുതൽ. ചെന്ന് രാത്രിയും പകലും ഇല്ലാതെ അധ്വാനിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് കെട്ടുകൾ അഴിക്കുമ്പോൾ ഇങ്ങനെ വന്ന് പട്ടുമെത്ത വന്നാട്ടെ പാസ്റ്റർ എന്ന് പറഞ്ഞ് വിരിക്കുമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ലെന്നാണ് ഞാൻ ഈ പറയുന്നത്. പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുമ്പോൾ ഇത് മെയിനായിട്ട് എടുക്കേണ്ടത് പ്രാർത്ഥന അനുഭവിച്ചു പോകുന്ന വിശ്വാസികളാണ്. സ്തോത്രം. പ്രാർത്ഥന അനുഭവിക്കുന്ന വിശ്വാസികളില്ലയോ? നമ്മൾ ഇരുന്നങ്ങ് പ്രാർത്ഥിച്ച് നമുക്കൊരു വാശിയാ, കെട്ടഴിഞ്ഞേ പറ്റൂ. അങ്ങനെ തകരാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ദാരിദ്ര്യത്തിൽ മരിച്ചാലും എനിക്ക് പ്രശ്നമല്ല, പക്ഷേ പിശാച് വച്ചതിൽ നിങ്ങൾ തീരരുത്. പിശാച് നമ്മളെ തലമുറ, ഞാൻ ഈ നുകം തകരെന്ന് പറയുമ്പോൾ എത്രയോ കുടുംബങ്ങളെ ടാർഗറ്റ് ചെയ്താൽ ഞാൻ ശുശ്രൂഷിച്ചേ. എനിക്കറിയാമെന്നുള്ള പല കുടുംബങ്ങൾ. സ്തോത്രം. അതിൽ ചിലർക്കൊക്കെ നല്ല വിടുതലായിട്ടുണ്ട്. ഹല്ലേലൂയ. ഇളകിയിട്ടുണ്ട് ആണി. ഉറപ്പായിട്ട് ഹല്ലേലൂയ ദൈവം നിശ്ചയിച്ചതിനെ തകർത്തിരിക്കും. സ്തോത്രം. അതിന് എന്നാ വന്നാലും സ്തോത്രം, അതിന് വേണ്ട ദൈവ വചനമാണ് ദൈവം ഇതിനകത്ത് ഇടുന്നത്. അപ്പൊ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഈ ഫ്രണ്ടിൽ കണ്ടതൊന്നുമല്ല, അണിയറയിൽ പലതും ചലിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സംഭവമൊക്കെ കാണുന്നത്. പിന്നെ ഏത് ജാതി, ഏത് അധിപതി, ഏത് വംശം എഴുന്നേറ്റാലും ആമേൻ കർത്താവ് തന്ന അനുഗ്രഹം, കർത്താവ് ചൊരിഞ്ഞ അനുഗ്രഹം, അത് നമ്മൾ കൈമാറുക എന്നതാണ് ദൈവസഭയുടെ ഉത്തരവാദിത്വം. ഇതെല്ലാം എഴുന്നേൽക്കും. പത്രോസ് പറഞ്ഞു, ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് അനുഗ്രഹം വരണം. അത് പറഞ്ഞിട്ട് പേടിച്ച് വീട്ടിൽ ചെന്നിരിക്കുകയല്ല. അത് ദേശത്തിന് കിട്ടണം, സഭയ്ക്ക് കിട്ടണം, തലമുറയ്ക്ക് കിട്ടണം, സമൂഹത്തിന് കിട്ടണം. അതാ നമ്മുടെ ദൗത്യം. അത് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുന്നത്. പക്ഷെ ആ വിഷയങ്ങൾക്കനുസരിച്ച് നമ്മൾ ഹല്ലേലൂയ കരഞ്ഞോണ്ട് ഓടിച്ചെന്ന് വീട്ടിൽ ഒതുങ്ങി കൂടുകയല്ല ചെയ്യേണ്ടത്. നട്ടലോട് എഴുന്നേറ്റ് നിൽക്കണം. ഞങ്ങൾ കണ്ടതും കേട്ടതും ഞങ്ങൾ പ്രസ്താവിക്കും. ദൈവം തന്ന ആലോചന പറയും. പ്രാർത്ഥനയ്ക്കായി ദൈവം അഭിഷേകം തന്നെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും. ഈ ദേശത്തെ ഞങ്ങൾ പിടിക്കും. നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് തൻ്റെ ഇടത്തോടെ പറയാൻ നമുക്ക് പറ്റണം. സ്തോത്രം. ദയവായിട്ട് ഞാൻ നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് വലിയ അളവിൽ പോരാടാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളെ കുടുംബത്തിൽ രക്ഷിക്കപ്പെടാത്ത പ്രിയപ്പെട്ടവരോട് നിങ്ങൾക്ക് അവരെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞേ പറ്റൂ. അതിനെ വന്ന് ചുമ്മാ തിരിച്ചറിവില്ലാതെ കൈയടിച്ചാൽ പറ്റത്തില്ല. നീ സേവിക്കുന്ന ആരെയും തിരിച്ചറിയണം. ആമേൻ സ്തോത്രം. ജാതികൾക്കുള്ള അനുഗ്രഹം അത് അവർ ഹല്ലേലൂയ പ്രാപിക്കണം. നിത്യതയിലും അവരെത്തണം.
നുകങ്ങൾ തകർന്നേ പറ്റത്തുള്ളൂ. അത് ഹല്ലേലൂയ ശരീരത്തിൽ വെച്ചതും മനസ്സിൽ വെച്ചതും ഭാവിയിൽ വെച്ചതും നിത്യതയെ തടുക്കുന്നതും ഒത്തിരിയുണ്ട്. അഭിഷേകം പ്രാപിക്കാതെയൊക്കെ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. അതിനെല്ലാം തകർത്തുകൊണ്ട് ദൈവസഭ മുമ്പിലേക്ക് പോകണം. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഈ ഹല്ലേലൂയ വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ കരഞ്ഞിട്ട് വീട്ടിൽ ചെല്ലരുത്. ഇതുണ്ട്. എവിടെ നമ്മൾ എഴുന്നേറ്റാലും ഈ പ്രശ്നമുണ്ട്. ഇത് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടം വരത്തില്ല. ഞാനിത് എല്ലാവരോടും അല്ല പറയുന്നേ. നിങ്ങൾ ഭയക്കരുത്. ബാക്കിയുള്ളവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് നിൽക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഒരെണ്ണത്തെ അനുവദിക്കത്തില്ല, തുടച്ചില്ല എന്ന്. അത് വെറുതെ പറയുന്നില്ല. നിങ്ങൾ ചേർന്ന് നിന്ന് നോക്ക്. ഒരു ശരീരമായി നിന്ന് നോക്കി. ഈ പ്രാർത്ഥന ഫലിക്കോ ഇല്ലയെന്ന് അറിയാം. ഈ ബിലിൽ പാസ്റ്റർ ഒന്ന് കൈവച്ചാൽ വല്ലോ നടക്കോ ഇല്ലയെന്ന് നിങ്ങൾക്ക് അറിയാം. ബിലിൽ പാസ്റ്റർ നിനക്ക് വേണ്ടി ഉപവസിച്ചാൽ വല്ലോ നടക്കോ ഇല്ലയെന്ന് അറിയാം. നിങ്ങൾ ചേർന്ന് നിന്നിട്ട് ഒരു മനസ്സോടെ നിന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കുക. ഞാൻ ചലഞ്ച് ചെയ്യാം. ശ്രോതന, ഇനി എന്നാ വെല്ലുവിളി ഉണ്ടെങ്കിൽ അത് തകർന്നിരിക്കും. സഭയോട് ചേർന്ന് നീ നിന്ന് പ്രാർത്ഥിക്കാൻ നോക്ക്. എത്ര വൈകിയാണെങ്കിലും, എത്ര വൈകിയ വിഷയമാണെങ്കിലും നിന്റെ നന്മ നീ പ്രാപിച്ചിരിക്കും. നിന്റെ നന്മ നീ പ്രാപിച്ചിരിക്കും. അവിടെ ആ പിശാചിന്റെ വലിയ വെല്ലുവിളി ഉള്ളത്. ഈ പകൽ സഭയോട് പറയുന്നു, തിരിച്ചറിവോടെ ദൈവസഭ ആരാധിക്കണം. വലിയ വിടുതലൊക്കെ അനുഭവിച്ചവരുണ്ടെങ്കിൽ, പിശാചിന്റെ കെട്ടുപൊട്ടി പലതും കിട്ടിയെന്നൊക്കെ പറയുന്നവരുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞോണം, നിങ്ങൾക്കത് കിട്ടിയ കൂട്ടത്തിൽ ഞങ്ങൾക്കും ചിലത് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ഒരു മയത്തിലൊക്കെ പെരുമാറണം. അവർ ഈ സാക്ഷിയൊക്കെ പറയത്തില്ലയോ, നമ്മൾ ഈ സ്നാനം നടക്കും, വലിയ സന്തോഷം, വലിയ സനൽ പറയാറേ. നമ്മൾ അങ്ങനെ കയറി നിൽക്കുമ്പോൾ നിങ്ങൾ സഭ തിരിച്ചറിഞ്ഞോളണം, യുവമാർക്കൊക്കെ നല്ല കിട്ടിയിട്ടാണ് നിൽക്കുന്നത്. തുറന്നങ്ങ് പറയുക ശോധന. പക്ഷെ എന്നിട്ട് നിൽക്കുന്നതാണ് മുഖത്തെ തകർക്കുന്ന അഭിഷേകം. എന്നിട്ടും ഇടറാതെ നിന്ന് വീണ്ടും പൊളിക്കുന്നില്ലേ, വീണ്ടും മുമ്പോട്ട് കുതിക്കുന്നില്ലേ, വീണ്ടും ശത്രുവിനെ ആക്രമിക്കുന്നില്ലേ, വീണ്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ, വീണ്ടും ഇവണ്ണം ശുശ്രൂഷിക്കുന്നില്ലേ. അതാ പറഞ്ഞത്, പുഷ്ടി നിമിത്തം മുഖം തകരും. അതാ പരിശുദ്ധാത്മാവ്. ഒതുക്കാൻ പറ്റത്തില്ല ദൈവസഭയെ. നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല, ഈ കുഞ്ഞുങ്ങളെ ഒതുക്കാൻ പറ്റത്തില്ല. കാരണം വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ്, കേൾക്കുന്ന ദൈവത്തിന്റെ വചനം അത് സ്പഷ്ടമാകിയ ഇന്ന് പകലും മുഖത്തിന്റെ ശക്തികളെ ഒടിക്കാൻ യേശുവിന്റെ നാമത്തിൽ അഭിഷേകം ഇതിന്റെ അകത്ത് ചലിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർ ഏറ്റെടുക്ക. പിടിയിട്ടുന്നുണ്ടോ? അതുകൊണ്ട് ചേർന്ന് നിൽക്കുക. അതൊരു അത്യാവശ്യ ഘടകം. ഞാൻ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ താഴോട്ട് പറയാം. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഈ മക്കളെ എവിടെ നമ്മളൊരു കാര്യ ഗൗരവത്തോടെ എഴുന്നേറ്റ, നമ്മൾ ഇതിനകത്ത് പല രീതിയിലായിരിക്കും വരുന്നത്. നിങ്ങളുടെ വിശ്വാസ ജീവിതം നിങ്ങൾക്കൊരു പേരിന് ഞായറാഴ്ച ഈ പുസ്തകം പിടിച്ചുകൊണ്ട് വന്നിരുന്ന ഒരു പാട്ടും പാടി എന്തൊക്കെയോ കേട്ട് ഞായറാഴ്ച പള്ളിയിൽ പോയി എന്ന് തൃപ്തി അടയാനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വിഷയമില്ല. മനസ്സിലാവുന്ന നിങ്ങൾക്ക് ഒരു വിഷയമില്ല. ഇനി അങ്ങനെ ഒരു കൂട്ടത്തെ ഒരിക്കലും ഇവിടെ ഇട്ട് താട്ടിയും പാടി നിങ്ങളുടെ കയ്യിരിക്കുന്ന 500 ഇങ്ങോട്ട് പിടിക്കാനാണെങ്കിൽ എനിക്കും പ്രശ്നമില്ല. വളരെ സുഖം. അങ്ങനെ പ്രസംഗിക്കാനൊക്കെ പ്രസംഗം ഇഷ്ടം പോലെ ഉണ്ട്. എന്നോട് ചോദിച്ചിട്ട് ഞാൻ ഇടയ്ക്ക് ഒരിടത്ത് പ്രസംഗിച്ചപ്പോൾ ഒരു ദിവസം ബിലിൽ പാസ്റ്റർ ഇങ്ങനെ പ്രസംഗിക്കുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അന്നൊരു നല്ല വിടുതലിന്റെ ശുശ്രൂഷ പ്രസംഗിച്ച് ഇറങ്ങി തലയിൽ കൈയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു ഓടി നടന്ന് ശുശ്രൂഷ അങ്ങേര് ഞെട്ടിപ്പോയി. അതുവരെ എന്നെ കണ്ടിട്ടുള്ള ഞാനിങ്ങനെ പിടിച്ചു നിന്ന്. അതൊക്കെ ദൈവത്തിന്റെ നിയോഗം, അതിലല്ല കാര്യം. അതൊക്കെ ദൈവത്തിന് ഓരോരുത്തർക്ക് കൊടുത്ത കൃപയ്ക്കനുസരിച്ച് നിൽക്കട്ടെ. പക്ഷെ എന്റെ മുമ്പിലിരിക്കുന്ന നീ എന്റെ പ്രസംഗവും കേട്ടിട്ട് പിശാച് വെച്ച മുഖവും ചുമന്നുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ എന്നോട് ദൈവം ചോദിക്കും. അതിനെ നമ്മൾ പൊളിക്കണം. അതാ എന്റെ ആഗ്രഹം. ഈ ദേശത്തിന്റെ ഒരു വലിയ സമൂഹത്തെ, നിന്റെ കുടുംബത്തെ സ്തോത്രം നിന്നിലൂടെ നീ വിടുവിച്ചെടുക്കണം. അതിനൊരു അഭിഷേകം ദൈവം തന്നാ സ്വീകരിക്കുമോ? സ്തോത്രം. ഇതിനകത്ത് നടക്കുന്ന ആരാധനയൊക്കെ ആ ലെവലിലാകണം. ഇതിനകത്ത് കയറി വരുന്നവൻ അതിന്റെ ഒരു പുളിപ്പ് തട്ടണം. ഈ നുഖമൊക്കെ കൊണ്ട് കയറത്തില്ലേ? ഞാൻ പറയുന്നത്, നമ്മളിവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനെ വാതിൽ തുറന്ന് കയറുമ്പം തന്നെ അവൻ അറിയണം അഭിഷേകം. അവിടെ പൊട്ടി വീഴണം, അവിടെ തകർന്നു വീഴണം. മുഖം വച്ചോണ്ട് ഇതിനകത്ത് കയറരുത്. ഞാൻ ആത്മാവിൽ പറയുക, മുഖം വച്ചോണ്ട് കയറരുത്. കയറുന്നവൻ വാതിൽ വരുമ്പോ തകരണം, അവിടെ ഉടയണം. അവൻ അറിയണം പരിശുദ്ധാത്മാവ്, അവൻ അറിയണം യേശു ആരെന്ന്, അവൻ അറിയണം വചനത്തിന്റെ ശക്തി എന്തെന്ന്. പ്രാർത്ഥിക്കാൻ കരുത്തുള്ളവരുണ്ടോ ഈ ദൈവസഭയ്ക്കകത്ത്? അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ഉറച്ചു നിൽക്കണം. ഞാൻ കഴിഞ്ഞ മുമ്പത്തെ ദിവസം ശുശ്രൂഷ എടുത്ത് ഒരുപാട് ആളുണ്ടായിരുന്നതാ. ഇപ്പൊ 10-12 പേര്. അയാൾ പറഞ്ഞ ഇരുപത് കണ്ട ഭയങ്കര നിരാശയായി പോയി. സോദരം, വളരെ സങ്കടത്തോടെ പറയാം.
കഴിഞ്ഞപ്പോൾ എനിക്കൊരു സ്തോത്ര കാഴ്ച പതിയത്. ഞാൻ വീട്ടിൽ നോക്കിയപ്പോൾ 10 20 രൂപ കുറേ നോക്കി. എനിക്ക് സങ്കടം തോന്നി, തിരിച്ചു കൊണ്ട് കൊടുത്താലോ എന്ന്. മനസ്സിലാവുന്നു നിങ്ങൾക്ക്? ഒരു വശത്ത് കരുത്തോടെ പൊരുതി കയറിയ പലരും എല്ലാ അർത്ഥത്തിലും അദ്ദേഹം വീണ്ടും ശ്രമിക്കുക കയറി വരാൻ. ഈ സന്ദേശമൊക്കെ കേട്ടിട്ട് നിങ്ങൾ കയ്യും കെട്ടിയിരിക്കരുത്. എന്തോ ബിലിപ്പാസ് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നാളെ ഇവിടെ ശൂന്യാവുന്നാണോ? അല്ല, ഒരിക്കലും അല്ല. പക്ഷെ അവന്റെ പ്രവൃത്തി തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അവൻ വരണ വഴി നീ തിരിച്ചറിയത്തില്ല. സ്തോത്രം. വരണ വഴി തിരിച്ചറിയത്തില്ല. ആമേൻ. വരണ വഴി തിരിച്ചറിയത്തില്ല. അതുകൊണ്ട് നിൽക്കുന്നവരെന്ത് ചെയ്യണം? ഒരുമിച്ച് ചെയ്യണം. പ്രാർത്ഥിച്ചോളാം പാസ്റ്റർ എന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് പോരുത്. സ്തോത്രം. പ്രാർത്ഥിക്കണം. ദൈവസഭ, ഞാൻ ഏറ്റവും പറയുന്നത്, നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിൽ ഒരു മനസ്സിൽ ദൈവസഭ നിൽക്കണം. ഈ ഗൗരവം മനസ്സിലാക്കി. നിങ്ങൾ ഈ നെഹമ്യാ പ്രവചനം 2:10 ഒന്ന് വായിച്ചേ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് നെഹമ്യാ പ്രവചനം 2:10 പെട്ടെന്ന് വായിച്ചേ. ഹോരേന്യനായ സൻബല്ലത്തും അമ്മോന്യനായ ദാസൻ തോബിയാവും ഇത് കേട്ടപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ഗുണം ചെയ്യുവാൻ ഒരാൾ വന്നത് അവർക്ക് ഏറ്റവും അനിഷ്ടമായി. മതി. നേരത്തെ വായിച്ചതുകൊണ്ടൊക്കെ ചേർത്തങ്ങ് വായിക്കണേ. നമുക്ക് ഇതിന്റെ പശ്ചാത്തലം ഒന്നും പറയാൻ സമയമില്ല. ഇസ്രായേൽ ജനം നിന്ദിതരായി അപമാനിക്കപ്പെട്ട് കിടക്കുക. നമ്മൾ ഉപവാസ പ്രാർത്ഥന പറഞ്ഞു, മതിലൊക്കെ ഇടിഞ്ഞ് കിടക്കുന്നു. അവരുടെ നിന്ന മാറ്റാൻ, അപമാനം മാറ്റാൻ ഒരു തന്നെ ദൈവം തിരഞ്ഞെടുത്ത് എഴുന്നേൽപ്പിച്ച് അയച്ചു. ഈ ജനം ഇനി നിന്ദിക്കപ്പെടാൻ പാടില്ല, ഈ ജനം ഇനി അപമാനിക്കപ്പെടാൻ പാടില്ല. അതാണ് നെഹമ്യാവിന്റെ തീരുമാനം. അവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ? ഇസ്രായേൽ ജനത്തിന്, ദൈവത്തിന്റെ ജനത്തിന് ഗുണം ചെയ്യാൻ ഒരുത്തൻ വന്നെന്ന് പറഞ്ഞപ്പോ എന്നാ വാക്ക് എഴുതി വെച്ചിരിക്കുന്നത്? എന്നാ തോന്നിയെന്ന്? ഏറ്റവും അനിഷ്ടം തോന്നി. അപ്പൊ ബിനിൽ പാസ് നിൽക്കുമ്പോ ഇഷ്ടമായിരിക്കുമോ? നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഇഷ്ടമായിരിക്കുമോ? സ്തോത്രം. ഏറ്റവും അനിഷ്ടം തോന്നി. ആമീൻ. യവനിങ്ങനെ നിന്നാ പറ്റത്തില്ല എന്ന് ഏറ്റവും അനിഷ്ടം തോന്നി. എന്നിട്ട് അവന്മാർ ചെയ്ത ക്രിയകളെല്ലാം നമുക്കറിയാം, അല്ലേ? സ്തോത്രം. ആമീൻ. അന്യായമായി ഉപദ്രവിച്ചു, ഭീഷണിപ്പെടുത്തി. ആമീൻ. സ്തോത്രം. യവന്മാർക്ക് സാധനങ്ങൾ കിട്ടാതെ നീ പണിയത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ കൃപയിൽ ഞാൻ പറയട്ടെ, 52 ദിവസം കൊണ്ട് അവന്മാർ പണിതു. ചരിത്രമായിരുന്നു അത്. 52 ദിവസം കൊണ്ട് മതില് പണിതു. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാവോ? ആമീൻ. പണിയത്തില്ല എന്നാ പറഞ്ഞു. ഇതും കേട്ടോണ്ട് വീട്ടിൽ ചെന്നിരുന്ന ഒന്നും നടക്കത്തില്ല. യോമാര് ഭീഷണിപ്പെടുത്തും, നീ സംസാരിക്കരുതെന്ന് പറയും, നിന്നെ ഞാൻ ഒതുക്കുമെന്ന് പറയും, പല കാര്യങ്ങൾ പറയും. അതും കേട്ടോണ്ട് വീട്ടിൽ ചെന്നിരുന്ന ഒന്നും നടക്കത്തില്ല. നീ ചെയ്യാനുള്ള ചെയ്യടാ, ഞാൻ ചെയ്യാനുള്ള ഞാൻ ചെയ്യും എന്ന ഒരു കരുത്ത് നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നീ ജയിച്ചിരിക്കും. എന്നെ അത്ഭുതപ്പെടുത്തിയ വിഷയം നിങ്ങൾ അറിയണം. വാളൊക്കെ പിടിച്ച് കഷ്ടപ്പെട്ടാ പണിത്. പക്ഷെ 52 ദിവസമായപ്പോ പണിതുയർത്തി, മതില് പണിതുയർത്തി. ഇതിന്റെ അകത്ത് ഞാൻ പറയാം, ആ ജനം ഒരുമിച്ച് നിന്നു. അവിടുത്തെ ഞാൻ പശ്ചാത്തലം വിശദീകരിക്കുന്നില്ല, അപ്പോസ്തല പ്രവൃത്തി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ആ ജനം ഒരുമിച്ച് നിന്നു മക്കളെ, പ്രശ്നത്തിൽ ഒരുമിച്ച് നിന്നു. ഒരു ശരീരം കണക്കിൽ നിന്നു. അതാ അതിന്റെ ഇമ്പോർട്ടന്റ്. 52 ദിവസം കൊണ്ട് പണിതു. ഇനി നിങ്ങൾക്ക് സന്തോഷം വരുമെന്ന് എനിക്കറിയാം. എനിക്ക് ഭയങ്കര സന്തോഷം. അതിന്റെ 6-ാം അധ്യായം 15-ഉം 16-ഉം വാക്യം വായിച്ച്. 6:15-ഉം 16 മുമ്പ് പറഞ്ഞിട്ടുള്ളതാ. പെട്ടെന്ന് വായിച്ചേ. ഇങ്ങനെ മതിൽ 52 ദിവസം പണിത് ഏലോൽ മാസം 25-ാം തീയതി തീർത്തു. ഞങ്ങളുടെ സകല ശത്രുക്കളും അത് കേട്ടപ്പോൾ ഞങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ ആകെ ഭയപ്പെട്ടു. അവർ തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നി. അത് നിങ്ങൾക്ക് ഇവിടെ നടക്കണോ? അത് നിന്റെ വീട്ടിൽ നടക്കണോ? ഇവിടെ നടക്കണോ? പണിയാൻ ഇറങ്ങി വന്നു, ശുശ്രൂഷയ്ക്കായി ഇറങ്ങി വന്നു, ദൗത്യം ഏറ്റെടുത്ത് വന്നപ്പോൾ ഭീഷണിയും ആമേൻ ഓടിക്കാൻ ശ്രമിച്ചു. നിലനിർത്താതെ ഇരിക്കാൻ പത്രോസിനോട് ചെയ്തത് തന്നെ. നിങ്ങൾക്ക് ഗുണം വരുന്ന കാര്യം പറഞ്ഞാൽ അവൻ അടച്ചതിന് ഞാൻ തുറക്കുമെന്ന്, യേശുവിന്റെ നാമത്തിൽ തുറക്കുമെന്ന് പറഞ്ഞാൽ, നിന്റെ കുടുംബം വിടുവിക്കപ്പെടുമെന്ന് അറിഞ്ഞാൽ അപ്പ തുടങ്ങും പണി. പിടിയിടുന്നുണ്ടോ? അപ്പൊ എന്തെങ്കിലും പണി കിട്ടുന്നെങ്കിൽ ഉറപ്പാണ് നമ്മൾ പറഞ്ഞത് കറക്റ്റാ, അത് സംഭവിക്കും. നീ വിടുവിക്കപ്പെടുമെന്ന് പറഞ്ഞത് പിശാചിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരുത്തൻ ഗുണം ചെയ്യാൻ വന്നു. ഏറിയ കാലം കൊണ്ട് നിന്ദിക്കപ്പെട്ടും അപമാനിക്കപ്പെട്ടും കിടന്ന ജനത്തിന്റെ മധ്യത്തിൽ ഒരുത്തൻ എഴുന്നേറ്റ് നിന്ന മാറേണ്ടത് ചെയ്യാൻ വന്നപ്പോ അവർക്ക് ഏറ്റവും അനിഷ്ടമായി. അതിനെതിരെ ഒരുപാട് പണിയെടുത്തു, മുടക്കാൻ തക്കവണ്ണം എല്ലാം ചെയ്തു. പക്ഷെ 52 ദിവസം കൊണ്ട് പണിതപ്പോ നിങ്ങൾ കണ്ടായിരുന്നു, ഏറിയ ശത്രുക്കൾ ഉണ്ടായിരുന്നു. എല്ലാവരും ഭയന്നു. അപ്പൊ പണിയാതിരുന്നെങ്കിലോ? ഭയക്കോ? അപ്പൊ ഒളിച്ചു ചെന്നിരിക്കുന്നതിലല്ല കാര്യം, മുമ്പോട്ട് പോകുന്നില്ല. എന്നിട്ട് നിങ്ങൾ വായിച്ചായിരുന്നോ? ആ പണി പൂർത്തിയാക്കിയപ്പോൾ അവന്മാർക്ക് തന്നെ അല്പന്മാരായി തോന്നി. ഇത് തോന്നണമെങ്കിൽ സഭ നിവർന്നു നിൽക്കണം. പ്രശ്നത്തിൽ ഇട്ടിട്ട് ഓടരുത്, പ്രതിസന്ധിയിൽ ഇട്ടിട്ടോട് കണ്ണുനീരോടെയാണെങ്കിലും നിന്നെ ഏൽപ്പിച്ചത് നീ മുമ്പിലേക്ക് ചെയ്താൽ, ഞാൻ പറയുന്നു, ശത്രു പറയും ഞങ്ങളൊന്നുമല്ല, അവന്റെ ദൈവമാണ് യഥാർത്ഥ ദൈവം.
അവന്റെ ദൈവമാണ് യഥാർത്ഥ ദൈവം. അവൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ സകലതും നടക്കും. ഞങ്ങൾക്ക് തടുക്കാനോ ചെറുക്കാനോ കഴിയത്തില്ല എന്ന് ശത്രു പറയും. ഞങ്ങൾ അല്പന്മാര്. ഈ ദേശത്തിൽ വാഴുന്ന കുടിയിരിപ്പുകൾ പറയും ഞങ്ങൾ അല്പന്മാര്. നിന്റെ ഭവനത്തോട് എതിർക്കുന്ന ശത്രു പറയും ഞങ്ങൾ അല്പന്മാര്. ഒരു ദൈവ മഹത്വം ഇറങ്ങട്ടെ ഈ സമയങ്ങളിൽ. ദേശത്തിൽ, കുടുംബത്തിൽ, സഭയിൽ ഒരു ദൈവ മഹത്വം അസാധാരണമായി ചലിക്കാൻ തുടങ്ങട്ടെ. പൈശാചിക ശക്തികളെ തകർത്തുകൊണ്ട് മുന്നേറാൻ, വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് മുന്നേറാൻ പ്രാർത്ഥിക്കുന്നവന്റെ മേൽ അസാധാരണ അഭിഷേകത്തിന്റെ സമയങ്ങൾ. ഹല്ലേലൂയ. ഇത് അതിന്റെ സമയമാ. ഇത് വാഗ്ദത്ത സമയമാ. ഈ ദൈവത്തിന്റെ നേരമാ. എതിർക്കുന്ന അന്ധകാരങ്ങൾ തകരുന്ന സമയങ്ങളാ. അതിന് നിന്റെ മേൽ മുഖത്തെ തകർക്കുന്ന അഭിഷേകം തമ്പുരാൻ പകരുന്ന സമയമാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്ക്. ആമേൻ. മേലിൽ മേലിൽ യേശുവിനെ ആരാധിക്കുന്ന നിന്റെ മേൽ ആ മുഖം ഇരിക്കരുത്. മേലിൽ നീ അഭിഷേകമില്ലാതെ കറങ്ങി നടക്കരുത്. മേലിൽ ശത്രു നിന്നെ ഭീഷണിപ്പെടുത്തരുത്. ഇന്ന് പകൽ ചിലതിനെ കൂടെ പിടിച്ചെടുക്കുന്ന ഒരു ആത്മീക അധികാരത്തിലേക്ക് ദൈവസഭ കയറി വാ. കത്തിപ്പടരുന്ന ഒരു അഗ്നിയായി ഈ ദിവസങ്ങളിൽ ദേശത്തിൽ അത് ചലിക്കട്ടെ. നുകക്കയറുകൾ അറ്റുപോകട്ടെ. മുഖങ്ങൾ ഒടിഞ്ഞു പോകട്ടെ. യേശു കർത്താവ് നിമിത്തം കുടുംബങ്ങളിൽ വരേണ്ട വിടുതലുകൾ, വ്യക്തികൾ അനുഭവിക്കേണ്ട വിടുതലുകൾ ആമേൻ യേശുവിന്റെ നാമത്തിൽ തകരുമാറ്. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വ്യക്തികളെയും കുടുംബങ്ങളെയും സന്ദർശിക്കാൻ തുടങ്ങട്ടെ യേശുവിൻ നാമത്തിൽ. ഇത് നമ്മൾ തുടങ്ങിയതാണ് വാഗ്ദത്തത്തിന്റെ സമയം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഹല്ലേലൂയ. നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ആരാധിക്കും. ഇത് എല്ലാ സമയത്ത് കിട്ടത്തില്ല. നമ്മൾ വീണ്ടും ആഴമായ വചന പഠനത്തിലേക്കൊക്കെ ദൈവാത്മാവ് നമ്മെ കൊണ്ടുപോകും. പക്ഷെ ഈ സമയത്ത് ആമേൻ നിന്റെ കയ്യിൽ ദൈവം ചിലത് ഏൽപ്പിച്ചാൽ അത് നീ ചെയ്തിരിക്കണം. ആരാധിക്കുന്ന നിന്റെ വീട്ടിന്റെ അകത്ത് ഒരു ശത്രു വാഴരുത്. നിന്റെ കുടുംബത്തിലെ ഒരെണ്ണം, അത് എത്ര വിഷയമാണെങ്കിലും, എത്ര വലിയ വിഷയമാണെങ്കിലും, ആരാധിക്കുന്ന നിന്റെ വീട്ടിന്റെ അകത്ത് ഒരുത്തൻ രക്ഷിക്കപ്പെടാതിരിക്കരുത്. ഈ സമയങ്ങളിൽ പ്രാർത്ഥിക്കുക. ഒന്നൊന്നായി ഇതിന്റെ അകത്ത് സ്തോത്രം. ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ കൊണ്ട് ആഭിചാരകനും മന്ത്രവാദിയും ദുരാത്മാവും ബന്ധനവും പോരാട്ടവും ഒക്കെയാ വലിയ അളവിൽ പ്രൊജക്റ്റ് ചെയ്ത് നിന്നത് സഭയ്ക്കകത്ത്. സ്തോത്രം. ഈ ദിവസങ്ങളിൽ അതിന്റെ മുകളിൽ ആമേൻ ദൈവസഭ കാലുവെച്ച് അതിനെ കാൽ കീഴെ ചതയ്ക്കുന്ന ആമേൻ സ്തോത്രം ഒരു അസാധാരണ നിയോഗത്തിലേക്ക് നമ്മളെ പരിശുദ്ധാത്മാവ് പ്രവേശിക്കുക. ഞാൻ വീണ്ടും വിളിച്ചു പറയുന്നു, അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം സകല മുഖങ്ങളും യേശുവിന്റെ നാമത്തിൽ തകരുന്ന പ്രത്യേക ഒരു സമയമിത്. വാതിലുകൾ തുറക്കുന്ന, ശത്രു അടച്ചതെല്ലാം തുറന്നു വരുന്ന, ആണ്ടുകളായിട്ട് അവന്റെ അടിസ്ഥാനങ്ങൾ ചിതറിപ്പോകുന്ന സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണേ. ഇരുന്നോ നിന്നോ കേട്ടോ. സ്തോത്രം. നിങ്ങൾ ഹല്ലേലൂയ. അതിനകത്ത് ഒരു ഗൗരവമുള്ള കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് വരാം. കുറച്ച് സമയം പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് ഭയങ്കര നിയോഗം. ഞാൻ ഓർത്ത 11:30 എനിക്ക് നിർത്തി അരമണിക്കൂർ പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നുള്ളതാണ് ശക്തമായി.
അങ്ങനെ ഒരു ചിന്ത എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തുണ്ട്. പരിശുദ്ധാത്മാവ് നടത്തും പോലെ സ്തോത്രം. നിങ്ങൾക്ക് ഹല്ലേലൂയ കേൾക്കാൻ മനസ്സുണ്ടെങ്കിലേ ഈ അപ്പോസ്തലപ്രവൃത്തി 4:32-33 നിങ്ങളൊന്ന് വായിക്കുക. ഈ പറയുന്ന വളരെ ഗൗരവത്തിൽ എടുക്കണേ. 32-33. വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. തനിക്കുള്ളതൊന്നും സ്വന്തം എന്ന് ആരും പറഞ്ഞില്ല. സകലവും അവർക്ക് പൊതുവായിരുന്നു. മതി അതിന്റെ ബാക്കി. ഞാൻ അതിന്റെ ആദ്യ വാക്ക് എന്നെ ഒന്ന് കേൾക്കണേ. ഞാൻ നിങ്ങളോട് കൈകൂപ്പി ചോദിക്കുന്ന ഒറ്റ കാര്യം, നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഒറ്റ ചിന്തയോടെ, ഒരു ഹൃദയത്തോടെ, ഒരു മനസ്സോടെ നിൽക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവസഭയോട് ചേർന്ന് നിൽക്കുക. എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്, നിങ്ങൾ ലക്ഷ്യങ്ങളൊന്നും കൊണ്ടുതരണ്ട. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒറ്റ കാര്യം, ഈ പറയുന്ന ഈ ശുശ്രൂഷയോട് നിങ്ങൾക്ക് ചേർന്ന് നിൽക്കാൻ നല്ലൊരു മനസ്സോടെ, തുറന്ന ഹൃദയത്തോടെ, അനുസരണയോടെ ഒന്ന് ചേർന്ന് നിൽക്കാൻ പറ്റുമോ? ഏത് പോരാട്ടവും സഹിക്കാൻ ഞാൻ തയ്യാറാ. ഏത് വെല്ലുവിളി ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാ. ഏത് പിശാചിനെതിരെ നിൽക്കാനും ഞാൻ തയ്യാറാ. പക്ഷെ ഒരു 10 എണ്ണത്തിന് ഒരു മനസ്സോടെ ഒന്ന് നിൽക്കാൻ പറ്റുമോ? ഒരു മനസ്സോടെ ചേർന്ന് നിൽക്കാൻ പറ്റുമോ? ഏതെങ്കിലും സഹോദരന്മാരുണ്ടോ ചേർന്ന് നിൽക്കാൻ? ആരായാലും ചേർന്ന് നിൽക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഒരുമിച്ച് നിൽക്കാൻ ഏതെങ്കിലും സഹോദരിമാരുണ്ടോ? ഏക ഹൃദയത്തോടെ ദർശനത്തോട് ചേർന്ന് അതും ഇതും പറയുന്നവർ കാണും. അവര് മാറി നിൽക്കട്ടെ. എന്റെ ചോദ്യം ഒന്ന് തന്നെ പറഞ്ഞ് ഒരുമിച്ച് ചേർന്ന് നിൽക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ എനിക്കറിയണം. അങ്ങനെ ഞങ്ങളുണ്ടെന്ന് പറയുന്നവർ ദൈവത്തോടും പറയണം, പറ്റുമെങ്കിൽ എന്നോടും പറയണം. നിങ്ങൾ വന്നിവിടെ ഇരിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ആ ഒരു ആത്മഭാരത്തോടെ ദൈവസഭയ്ക്കകത്ത് വന്ന് 10 മിനിറ്റിലെങ്കിലും പ്രാർത്ഥിച്ച് ആ ദൈവദാസന, ആ ദർശന, ആ ദൈവിക വചനങ്ങൾ കുടുംബങ്ങളുടെ മേൽ ചലിക്കണമെന്ന ആശയോടെ, സുവിശേഷീകരണം നടക്കണമെന്ന ആശയോടെ, സാത്താനെ പൊളിക്കാനുള്ള ഒരു മനസ്സിന്റെ അനുഭവത്തോടെ നിൽക്കാൻ പറ്റുമോ? സഭയോട് ഞാൻ കൈകൂപ്പി ചോദിക്കുക, പറ്റുമോ നിങ്ങൾക്ക്? നമ്മൾ എങ്ങനെയാ നിൽക്കുന്നത്? ഒരു ദേശത്തിൽ വിടുതൽ വേണോ? ഒരു മനുഷ്യൻ കിടന്നുകൊണ്ട് സർവത്ര പണിയെടുത്താൽ പറ്റത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥന സ്വർഗത്തിൽ എത്തിയത്, ഇരുന്ന സ്ഥലം കുലുങ്ങിയത്. നമ്മളെങ്ങനെയാ മക്കളെയൊക്കെ ഓർത്ത് നന്ദി പറയുക കർത്താവിന്. എങ്കിലും നിങ്ങൾ തിരിച്ചറിയണം, എന്തോ ചെയ്യുകയല്ല. നമ്മൾ ആകാശത്തെ കുത്തുന്ന പോലെ മുഷ്ടിയുദ്ധമല്ല. വളരെ ഗൗരവത്തോടെയാണ് ദൈവസഭ പോകാൻ എപ്പോഴും വരുന്ന. അതൊന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ശോധന ചെയ്താൽ നിങ്ങൾക്ക് അറിയാം ഞങ്ങൾ ഒരുമിച്ചാണോ, അതോ ഹാലലൂയ ഒരു നല്ല പ്രസംഗം കേട്ട് ഒരു ആരാധന, ഞങ്ങൾക്കൊരു ആരാധന കിട്ടണം, അതാണോ നിങ്ങളുടെ മനോഭാവം? അങ്ങനെയുള്ളവരായിക്കോ, തെറ്റല്ല. പക്ഷെ ആർക്കെങ്കിലും ചേർന്ന് നിൽക്കാൻ തോന്നുന്നെങ്കിൽ, ഇന്ന് ഏത് നിന്റെ കഷ്ടതയുടെ സാഹചര്യത്തിലും വേദനയുടെ സാഹചര്യത്തിലും നിങ്ങൾക്ക് ചേർന്ന് നിൽക്കാൻ, നിങ്ങളിലൊന്നും വേറൊന്നും വേണ്ട. ഒരുമിച്ച് ഒരു സ്തോത്രം പറയാൻ, ചിലപ്പോഴൊക്കെ ഒരു നല്ല വാക്ക് പറയാൻ, ചിലപ്പോഴൊക്കെ ഒരു വിഷയം വരുമ്പോൾ ഒന്ന് കൈ ഉയർത്തി പിടിക്കാൻ, തുറന്ന മനസ്സോടെ, നല്ല മനസ്സോടെ ഒരുമിച്ച് നിൽക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഈ ദേശത്തെ നമ്മൾ പിടിക്കും, ഈ ദേശത്തെ നമ്മൾ പിടിക്കും, ഈ രാജ്യത്തെ നമ്മൾ ചലിപ്പിക്കും, കുടുംബങ്ങളെ നമ്മൾ ചലിപ്പിക്കും. അതിനുവേണ്ട അഭിഷേകത്തെ ദൈവം പകരും. ഇന്ന് പകലും ഞാൻ പറയുന്നു, അങ്ങനെ ദൈവസഭ ഒരുങ്ങിയാൽ ഇതിനകത്ത് ശത്രുവിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, പിശാചിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അഞ്ചിന്റെ 12 വായിച്ചേ. 5:12. അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവർ എല്ലാവരും ഏക മനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് ഈ അപ്പോസ്തലന്മാരുടെ കയ്യിൽ ഏറിയ അത്ഭുതം അടയാളം നടന്നു. എങ്ങനെയാ? അതിന്റെ തൊട്ട് മുമ്പിൽ വളരെ ഇമ്പോർട്ടന്റ്. സഭയ്ക്കകത്ത് അത്ഭുതങ്ങൾ നടക്കണം. നിങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിൽ ചില സാക്ഷ്യങ്ങളെങ്കിലും കേൾക്കും, അസാധാരണമായത്. ആമേൻ. കർത്താവ് അത് ചെയ്യുന്നുണ്ട്. പോരാ, അത് പോരാ, അത് പോരാ, അത് പോരാ. ആമേൻ. ദൈവസഭ അസാധാരണ വീര്യപ്രവൃത്തികൾ നടക്കണം ദേശത്തിൽ. ആമേൻ. സ്തോത്രം. നിങ്ങൾ ഹല്ലേലൂയ. എത്ര പേര് അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുള്ളേ? ഒരുപാടൊന്നും ഓടുന്നില്ലെങ്കിൽ പലയിടങ്ങളിൽ നിൽക്കാൻ ദൈവം അവസരം തരുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എത്ര പേരെ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്നേ? പ്രാർത്ഥിക്കണം, ചോദിക്കുക, കാര്യം എന്നാണെന്നറിയോ? അവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരു ദൈവപ്രവൃത്തി വേണം. ഈ പറഞ്ഞ സാധനം എവിടെ നിന്നാൽ ആ ജനത്തിന് ഗുണം വരും. ഇവൻ കയറി നിന്നാൽ ഗുണം വരുമെന്ന് തോന്നിയാൽ, സ്തോത്രം.
ഞാൻ സത്യം പറഞ്ഞാൽ പറയട്ടെ, ഇങ്ങനെയൊക്കെ ഇറങ്ങുന്നവന് പെട്രോൾ അടിക്കാൻ പൈസ പോലും കൊടുക്കത്തില്ല പിശാചി. എൻ്റെ ഒരു അനുഭൂതി പറഞ്ഞ് അമ്മാതിരി ഒതുക്കാൻ ശ്രമിക്കും. എന്നിട്ടും ഇങ്ങനെ പോകുന്നെങ്കിൽ നിങ്ങൾ തിരിച്ചറിയണം. എന്നിട്ടും മുമ്പിലേക്ക് പോകുന്നെങ്കിൽ തിരിച്ചറിയണം, ഇതിന്റെ പുറകിൽ അസാധാരണമായി വില കൊടുക്കുന്നുണ്ട്, അസാധാരണമായി ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. ദൈവത്തിന്റെ കരം ഈ സഭയോട് കൂടെ ഉണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യം ഈ സഭയോട് കൂടെ ഉണ്ട്, നിന്നോട് കൂടെ ദൈവമുണ്ട്. അതുകൊണ്ട് ഇതിനെ നിർത്താൻ പറ്റത്തില്ല. ഇത് മുമ്പിലേക്ക് തന്നെ കുതിച്ചുകൊണ്ടേയിരിക്കുക, അടയ്ക്കാൻ പറ്റത്തില്ല. ഇത് അങ്ങ് ഒഴുകിക്കൊണ്ട് തന്നെ ഇരിക്കുക. അതുകൊണ്ട് ദൈവ സഭയോട് ഞാൻ പറയുന്നു, ഒരുമിച്ച് നിൽക്കുന്ന ഒരു സമൂഹമായി വളരുക, ഒരുമിച്ച് നിൽക്കുന്ന ഒരു സഭയായി വളരുക. മക്കളെ ചേർന്ന് നിൽക്കണേ, ചേർന്ന് നിൽക്കണേ. കുഞ്ഞു കാര്യങ്ങൾ മതി, കുഞ്ഞു കാര്യങ്ങൾ. ഞാൻ ഇടയ്ക്കൊരു കാര്യം പറയാൻ വിട്ടു. ഇന്നലെ നമ്മളെ കുഞ്ഞുങ്ങള് ഈ വഴിയോരത്ത് ഫുഡ് കൊടുക്കാൻ പോയി കേട്ടോ. പൊതിച്ചോറ് ഉണ്ടാക്കി അവർ തന്നെ ഓരോരുത്തർ ഓരോ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന്. അപ്പം നമ്മളൊന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ആരോടും പറയണ്ടെന്ന് പറഞ്ഞു. ആദ്യത്തെ അവർ തന്നെ ക്രമീകരിച്ച് അങ്ങനെ പൊതിഞ്ഞ് വഴിയോരത്ത് പാവങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം അങ്ങനെ കൊടുത്തു. കുറച്ച് നാളുകൊണ്ടുള്ള ആഗ്രഹം. അപ്പോൾ നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ ഒരുക്കി കൊണ്ടുകൊടുത്ത് നമ്മളെ പയ്യന്മാരാണ് പോയത്. ഞാനും അങ്ങ് റെസ്റ്റ് എടുത്തു. കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ വേണം ദൈവസഭയ്ക്കകത്ത്. ഓരോന്ന് ചെയ്യാൻ ഓരോ ഗ്രൂപ്പ് വേണം. മനസ്സോടെ വന്നപ്പോൾ അതൊരു സന്തോഷമായിട്ട് നമ്മൾ ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തുടരും. ഞാനത് ഒരു നല്ല ഹല്ലേലൂയ പറ. ഓ വയ്യ വയ്യ സഹോദരൻ, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ പിള്ളേർ വന്ന് കാല് പിടിക്കണം. മക്കളെ ഞാനും തരാം, ഒന്ന് കൊടു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വാങ്ങിക്കുമായിരിക്കും അവർ. കാരണം നേരത്തെയൊക്കെ പറഞ്ഞിട്ട് ആരും ചലിച്ചില്ലല്ലോ. ഇപ്പോൾ കണ്ടോ കാര്യങ്ങൾ നടക്കുന്നത്. നല്ല ഫിഷ് ഫ്രൈ ഉൾപ്പെടെ അതാണ് നമ്മൾ മെനു ഒക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലാതെ കൊടുക്കാൻ പറ്റത്തില്ല. ഇറച്ചി മീനും ഇല്ലാതെ കൊടുക്കാൻ പറ്റത്തില്ല. നല്ല ഐറ്റങ്ങളില്ലാതെ കൊടുക്കും. ഞങ്ങൾ കഴിക്കുന്നേക്കാളും നീറ്റായിരിക്കണം. ഒരു നേരം അങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് വലിയ സന്തോഷം. അപ്പോൾ സഭയ്ക്കകത്ത് ചിലതൊക്കെ നടക്കുന്നുണ്ട് അല്ലേ, സന്തോഷം. ഹല്ലേലൂയ. അപ്പോൾ ഒരുമിച്ച് നിന്നാൽ ഭയങ്കര കാര്യം നടക്കും. ഈ ചെയ്തവരോട് ചോദിച്ചു എത്ര അക്കൗണ്ട് ബാലൻസ് ഉണ്ടെന്ന്. ഒന്നുമില്ല, വലുതായിട്ടൊന്നും കാണത്തില്ല. ചിലപ്പോൾ കാണും, എന്നോട് പറയാത്തായിരിക്കും. പക്ഷെ അങ്ങനെ ഉള്ളവരല്ല ചെയ്തത്. പക്ഷെ നടന്നു, കാര്യം നടന്നു. ശ്രോത്രം, എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ, ഈ ബെഡ്ഷീറ്റും ടീഷർട്ട് ലുങ്കിയൊക്കെ കൊണ്ട് കൊടുക്കണമെന്ന്. ഭയങ്കരത്ത് മുഷിഞ്ഞൊക്കെ ഒന്നെടുത്തോണ്ട് കിടക്കാൻ ഒരു ഭാഗ്യം. അത്രയും ചെയ്യാൻ പറ്റിയ സന്തോഷമല്ലയോ. ഇത് കേട്ടിട്ട് വീട്ടിൽ ചെന്ന് പഴയ ലുങ്കി എടുത്തോണ്ടിരിക്കുക ഓടിക്കും. അതെടുക്കുന്ന പരിപാടിയില്ല, പണ്ടേയുള്ള തീരുമാനം. ശ്രോത്രം, കൊടുക്കുന്നെങ്കിൽ നല്ലത്. ആമേൻ. വന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതാ. അപ്പോൾ ഒരുമിച്ച് നിന്നാൽ എന്തോ നടക്കും കേട്ടോ. കിട്ടുന്നതെല്ലാം അങ്ങ് തൊണ്ടക്കുയിലോട്ട് തള്ളി ഇറക്കാതെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ഞാൻ എപ്പോഴും പറയും. അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ശ്രോത്രം, പോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം ആർക്കെങ്കിലും തോന്നിയാൽ. ശ്രോത്രം, ഇന്നൊരു സഹോദരി ഒന്ന് ചോദിച്ചു എന്താ ഞാൻ ചെയ്യണ്ടേ. ശ്രോത്രം, ഭയങ്കര സന്തോഷമാണ്. ശ്രോത്രം, പാസ് പറയാം, ചെയ്യാം. ഫുഡ് കൊടുക്കുന്ന കാര്യമല്ല, വേറെ വലിയ കാര്യം. അവരത് ചെയ്യട്ടെ. കേൾക്കുമ്പോൾ ഉള്ള സന്തോഷം എന്നാണെന്നറിയോ? കാരണം ഇത് എനിക്ക് വേണ്ടിയല്ലല്ലോ. ദൈവസഭ എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന നമ്മളുടെ ഒരു മനസ്സോടെ നിന്ന് പ്രാർത്ഥിക്കുന്നില്ലേ, അത് 1 കിലോമീറ്ററൊക്കെ സെക്കൻഡ് കൊണ്ട് സഭ മുമ്പിലേക്ക് പോകുന്നേ. പക്ഷെ അപ്പുറത്തിരുന്ന് ഈ കുത്തുന്നില്ലയോ, 10 കിലോമീറ്റർ ബാക്കിലോട്ടടിക്കും. അത്ഭുതങ്ങളൊക്കെ നിന്നു പോകുന്നേ. ശ്രോത്രം, ഒന്നും നടക്കത്തില്ല സഭയ്ക്കകത്ത്. അഭിഷേകം ചലിക്കത്തില്ല. വീണ്ടും ഇപ്പൊ നമ്മൾ നല്ലൊരു പരിശുദ്ധാത്മാവിന്റെ നിറവിലോട്ട് വരിക. അപ്പൊ കുറച്ചുപേർ ഒരുങ്ങണം. സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. കുറച്ച് പിള്ളേർ മാത്രം ഇതുപോലെ ചാടി എഴുന്നേറ്റ് നിൽക്കും. ഇന്നത്തെ അവർ എഴുന്നേറ്റ് നിൽക്കുന്നു. സ്തോത്രം. നമ്മളൊക്കെ എന്ത് പറഞ്ഞാൽ അനങ്ങാൻ പറ, കർത്താവെ ചെയ്യണേന്ന് പറഞ്ഞ് ഒന്ന് കർത്താവിനൊന്ന് വെളിപ്പെടുത്തണ്ടേ. ഇടയ്ക്കൊക്കെ എഴുന്നേറ്റ് ഞങ്ങളുണ്ട് ആ ദൂതിൻ്റെ കൂടെ എഴുന്നേറ്റൊന്ന് വെളിപ്പെടുത്തിയിട്ടൊക്കെ ഇരിക്കും. അത് സന്തോഷമല്ലയോ. സ്തോത്രം, ആമേൻ. മുങ്ങിയവർക്കായും സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വളരെ സന്തോഷം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, അതിൻ്റെ 5ന്റെ 12 അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നപ്പോൾ അവരെല്ലാം ഇപ്പോഴും ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരുന്നത് പതിവായിരുന്നു. നമ്മളും അങ്ങനെ തന്നെ. ഈ ഞായറാഴ്ച കണ്ട പിന്നെ അടുത്ത ഞായറാഴ്ച എന്തെങ്കിലും അത്ഭുതം ചെയ്തോ അതും കൊണ്ട് ആ വഴിക്ക് പോകുന്നതല്ലാതെ പറയാൻ പോലും നിൽക്കത്തില്ല. മനസ്സിലാവുന്നു നിങ്ങൾക്ക്? നമ്മുടെ സഭയ്ക്ക് പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. എപ്പോഴും കൂടി വരും, കാര്യങ്ങൾ സംസാരിക്കും, കൂട്ടായ്മ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറഞ്ഞു ഒരു വലിയ ഗ്യാപ്പ് വന്നെന്ന്. ഭയങ്കര കാര്യം ഈ കൂടി വരുന്നത് പ്രാർത്ഥനയ്ക്കും അല്ലാതെ കൂട്ടായ്മ വരുന്നില്ലയോ. ദൈവം ഈ ശുശ്രൂഷയ്ക്കിടയ്ക്കുള്ള കൂട്ടായ്മ അത് ഭയങ്കരം. ശുശ്രൂഷയ്ക്കിടയ്ക്കുള്ള അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ, സ്നാനം, ഇതൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിലെ കൂടിവരവ്, ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന ആ ഒരു ആത്മീക കൂട്ടായ്മ, അതിന് അവസരമുള്ളപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, തയ്യാറാകുക. പക്ഷെ അതിനകത്തുനിന്ന് ആരെന്ത് പറഞ്ഞാലും വെട്ടാൻ കണക്കിന് വരരുത്. ഒരു മനസ്സോടെ വരണം. അതാ ഒരു പ്രശ്നം. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയൊന്നും ഇപ്പൊ ചെയ്യാൻ പറ്റാത്തത്. ഒരു മനസ്സ്. ഞാൻ പറയട്ടെ, ഒരു ദർശനം ദൈവം തന്നതുകൊണ്ടാണ് നിൽക്കുന്നേ അല്ലേ. അതിനോട് ചേർന്ന് നിൽക്കാൻ പറ്റിയ ഭയങ്കര വിജയം. അത് മുമ്പോട്ട് പോകും, അത് മുമ്പോട്ട് കൊണ്ടുപോകണം. ആമേൻ. അത് മുമ്പോട്ട് കൊണ്ടുപോകണം. ഞാൻ പണ്ട് പിള്ളേർ പറഞ്ഞ പോലെ പറഞ്ഞു, ലോഡ് കൊണ്ടുപോകണം വണ്ടിയിൽ. നമ്മൾ തൂങ്ങുന്ന പോലെ തൂങ്ങരുതെന്നൊക്കെ പറഞ്ഞു, ഓർമ്മയുണ്ടോ? ഇപ്പൊ കയറി തൂങ്ങുന്നതല്ല, ബാക്കി കയറി ഇരിക്കുക.
ഇതൊക്കെ ഞാൻ പ്രസംഗിച്ചിട്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, വളരെ ശക്തമായി ഒരു മനസ്സ്. ഞാനിത് കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ വളരെ ദൈവത്തിൻ്റെ ആത്മാവ് പറയാൻ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ ഈ റൂട്ടിൽ കൂടെ കയറി. നമ്മൾ വായിച്ചു തുടങ്ങി നമ്മുടെ അനുഗ്രഹത്തെക്കുറിച്ചാണ്, മുഖം തകരുന്നതിനെ കുറിച്ചാണ്. സമയം മുമ്പിലേക്ക് പോകുക. അശ്വത്തിന് അത്ഭുതങ്ങൾ നടന്നു, വീര്യപ്രവർത്തികൾ നടന്നു. അതുകൊണ്ട് വീട്ടിൽ ചെന്നിരുന്നില്ല. അവരുടെ ഇടയിൽ ഒരു ഭയങ്കര കൂട്ടായ്മ. പൗലോസൊക്കെ അത്ഭുതം ചെയ്തിട്ട് വരുമ്പോൾ വളഞ്ഞെന്ന് പറയാം, ദൈവദാസനെ എന്നാ ദൈവപ്രവർത്തിയെ ചെയ്ത് അധികം ചെയ്യണം, ഞങ്ങളുണ്ട് കൂടെ. അത് അദ്ദേഹം ഓടി കരഞ്ഞുകൊണ്ട് വന്ന് പറയുക, പത്രോസ് വന്ന് പറയുക, അവിടെ ചെന്നപ്പോൾ ഉപദ്രവം നേരിട്ടു, ഞങ്ങൾ നന്മ ചെയ്ത് ഉപദ്രവം നേരിട്ടു. അവർ പറഞ്ഞു മുട്ടുമടക്കാം, പ്രാർത്ഥിക്കാം, യേശുവേ എന്ന് വിളിച്ച് അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. അത്രയും പോരെ ഒരു ദൈവദാസന് മുമ്പിലേക്ക് പോകാൻ. സ്തോത്രം. അതിന് പകരം 10 കുറ്റം, ഇതിനെ 10 കമന്റ് അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങളങ്ങ് ചിന്തിച്ചാൽ, അല്ലാതെ തന്നെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? സ്തോത്രം. അപ്പോൾ എന്ത് ചെയ്യണം? വാക്കുകൊണ്ടും കൂട്ടായ്മ കൊണ്ടും ബലപ്പെടുത്തി ഈ സഭ ഇത്രയും പേരെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുമിച്ച് നിന്ന് ഇടയ്ക്കൊക്കെ വന്ന് പറഞ്ഞ എന്നാ കുഴപ്പം, ഞങ്ങളും കൂടെ ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ വേറൊന്നും തരണ്ട, പിടിച്ചു വാങ്ങണം പരിപാടിയൊന്നുമില്ല. പിന്നെ കാര്യങ്ങൾ നടക്കണം എന്നുള്ളതുകൊണ്ടാ അത് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. അതിനകത്ത് നിങ്ങളെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം നിങ്ങൾ സഹകരിക്കുന്നു നോക്കണം. കാരണം ഇത് ദൈവപ്രവൃത്തിയുടെ നാളുകളാണ്, ദൈവപ്രവൃത്തിയുടെ അവരവരെ ശോധന ചെയ്യണം. നമുക്കറിയാലോ നമ്മുടെ അവസ്ഥ, നമുക്കറിയാലോ നമ്മുടെ കാര്യങ്ങൾ. അതിനകത്ത് നമ്മൾ ഉദാസീനതയില്ലാതെ ഒരു സഭ, എൻ്റെ ചർച്ച്, ദൈവം ഞങ്ങൾക്ക് എന്ന ഇടം, ഒരു ദർശനമുള്ള ദൈവപ്രവർത്തികളുടെ ഇടം. നോർത്ത് ഇന്ത്യയിലൊക്കെ വേല തുടങ്ങേണ്ട സമയം കഴിഞ്ഞു. നമ്മൾ ഇങ്ങനെ ഇരുന്ന് അങ്ങ് പ്രാർത്ഥിച്ച് ആരാധിച്ച് പോവുക. ഞാൻ ഇന്നാളെ പറഞ്ഞില്ല, എന്നാ പറഞ്ഞാലും ഞാൻ പോവും, പക്ഷെ അതിനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ശോധന സഹകരണം ഉണ്ടെങ്കിൽ അത് ഭയങ്കരം. അപ്പൊ ഒന്ന് സഭയ്ക്കകത്തുള്ള കൂട്ടായ്മ. ഈ ഞായറാഴ്ച കഴിഞ്ഞ് പോയിട്ട് സഭയെ ഓർക്കാതിരിക്കരുത്, സഭയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കരുത്, ദൈവദാസനെ കുറിച്ച് ഓർക്കാതിരിക്കരുത്, ഞാൻ നിങ്ങളെക്കുറിച്ച് ഓർക്കാതിരിക്കരുത്. എത്ര തിരക്കാണെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴൊക്കെ ഒരുമിച്ച് നിൽക്കാൻ ദൈവസഭയ്ക്ക് കഴിയണം. ഞാനൊക്കെ പണ്ട് വിളിച്ച് അങ്ങോട്ട് പോകും, പിന്നെ ആർക്കും താല്പര്യമില്ലെന്നായപ്പോഴേ ഇപ്പൊ വിളിയും പോക്കൊക്കെ കുറഞ്ഞു, വല്ലപ്പോഴും പോകും. സ്തോത്രം. വളരെ സന്തോഷത്തോടെ ആ ഒരു കൂട്ടായ്മയ്ക്കകത്ത് വന്നാൽ കർത്താവ് വലിയ അളവിൽ പ്രവർത്തിക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞ് പിശാചും സൈന്യവും സർവ്വശക്തി എടുത്തുകൊണ്ട് യേശു കർത്താവിൽ കൂടെയുള്ള അനുഗ്രഹത്തെ തടുക്കാൻ നിനക്കും എനിക്കുമുള്ള നന്മ, അത് രക്ഷ തൊട്ട് ഞാൻ ഈ പറഞ്ഞ നുഖമാണെങ്കിലും നിത്യതയാണെങ്കിലും ഒരുത്തന് കിട്ടരുത്. അതിനുവേണ്ടി സർവ്വശക്തിയോടെ എതിർക്കും. ആ എതിർപ്പം കണ്ടുകൊണ്ട് ഓടരുത്. ആമേൻ. സ്തോത്രം. ശക്തിയോടെ ചെന്ന് എതിർക്കണം. എതിർച്ചാൽ ഹല്ലേലൂയ വിടുതലുണ്ടാകും. നിങ്ങൾക്ക് ഞാൻ എന്നാ പറഞ്ഞാലും നിങ്ങൾക്ക് സന്തോഷം വരത്തില്ല. എൻ്റെ ചിന്ത അങ്ങനെ. എങ്കിലും ഞാനൊരു കാര്യം പറയാം കേട്ടോ. ആമേൻ. സ്തോത്രം. 1 മണിക്കൂറിൽ 5,24,000 പേര് മരിക്കുന്നുണ്ടെന്നാ കണക്ക്. സ്തോത്രം. അതിപ്പോൾ ഞങ്ങൾ എന്നാ ചെയ്യണം? അവർ നോക്കുന്നുണ്ടോ? ഞങ്ങളിപ്പോൾ എന്നാ ചെയ്യണം? അതാ നമ്മുടെ ചിന്ത. പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തൊരു ചിന്ത വരണം. മനസ്സിലാവുന്നോ? നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തൊരു ചിന്ത വരണം. നമ്മളെ വെറുതെ അങ്ങ് വിളിച്ച് നിർത്തിയിരിക്കുകയാണോ? നമ്മുടെ പ്രിയപ്പെട്ടവരെ കുറിച്ചൊക്കെ ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ ആ ഭാഗത്തും കൂടെ ചിന്ത വരണം. ഞാൻ ഒറ്റ വാക്കി ഞാൻ വായിച്ചു നിർച്ച 5,64,000 പേര് മരിക്കുക ലോകത്തില്. സ്തോത്രം. 24 മണിക്കൂറിൽ എന്ന് പറഞ്ഞാൽ ഈ സുനാമിയും കൊറോണയും അങ്ങനെയുള്ള സംഭവങ്ങൾ ഒഴിച്ച് നോർമലി ഉള്ള കാര്യം പിടിയിട്ടുന്നുണ്ടോ? അപ്പൊ ഇതൊരു വലിയ കണക്കാ. നമ്മൾ ഓരോ ദിവസം കേട്ടോണ്ടിരിക്കുക. വരുമ്പം ഫ്ലക്സുകൾ കാണുക, വീട്ടിൻ്റെ അടുത്ത് അവിയാളം പോയി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു ഹൃദയത്തിൻ്റെ അകത്തൊരു വേദന ഉണ്ടെങ്കിൽ നല്ലത്. സ്തോത്രം. ആമേൻ. 1 സെക്കൻഡിൽ 3 പേര് ശരാശരി. 1 സെക്കൻഡിൽ ഞാൻ ഈ പ്രസംഗിച്ചതിൻ്റെ ഇടയിൽ എത്ര പേര് മരിച്ചു വീഴുന്നെന്നറിയോ? രക്ഷിക്കപ്പെടാത്ത എത്ര പേര് അതിനകത്തുണ്ടെന്നറിയോ? ആമേൻ. ഇങ്ങനെയൊക്കെ ആത്മീക അധികാരമുണ്ട്, അഭിഷേകം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സഭ മയങ്ങുന്നത് കൊണ്ടല്ലേ പ്രിയരെ അതൊക്കെ നമുക്കൊരു അബദ്ധമാവുന്നേ. ഞാൻ ഇടയിൽ കയറി പറഞ്ഞതാ. സ്തോത്രം. ഞാൻ അതുകൊണ്ട് നിങ്ങളോട് പറയുന്നു, മറ്റൊന്നും അല്ല ഇവിടെ ആവശ്യം. ഒരാത്മാവിൽ എരിവോടെ ആ സഭ നിൽക്കുന്ന അങ്ങനെയാ. ഇത്രയും വലിയ കണക്കൊക്കെ കൊണ്ട് ഇത് കുറച്ചു ദിവസം മുമ്പേ ഞാൻ എഴുതി വെച്ചതാ. സ്തോത്രം. ഇപ്പൊ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ ഹല്ലേലൂയ ദേശത്തിന്റെ പോക്ക്. അതുകൊണ്ട് ഇതിന്റെ നടുവിൽ എന്തെങ്കിലും കൂടെ ആമേൻ. സ്തോത്രം. ഒരാൾ സ്നാനപ്പെടുമ്പോൾ വലിയ സന്തോഷം. അതാ ഒരാളെ കൂടെ. സ്തോത്രം. ചിലരെയൊക്കെ നേടാൻ പറ്റാതാകുമ്പോൾ ഈ പ്രസംഗമൊക്കെ വ്യർത്ഥമല്ലേ എന്ന് തോന്നും, സങ്കടം വരും. എന്തിന് പ്രസംഗിക്കണമെന്ന് തോന്നും. അതാ ഒരു സുവിശേഷകന്റെ വെല്ലുവിളി. എന്തിനായി കൈയടിക്കുന്നേ? എന്തിനാ നമ്മൾ ഒരുമിച്ച് ആരാധിക്കുന്നേ? എന്തിനാ ഇത്രമാത്രം വചനം? എന്തിനാ ഇത്രമാത്രം ഉപവാസം? ചിന്ത വന്നു പോകും. സ്തോത്രം. പക്ഷേ ഹല്ലേലൂയ അകത്ത് ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മൾ ഒരുമിച്ച് നിന്നാൽ ആമേൻ. സ്തോത്രം. ഈ വർഷം ഹല്ലേലൂയ അസാധാരണ ദൈവപ്രവൃത്തികളെ ദൈവം ചെയ്യും. നമ്മൾ ഹല്ലേലൂയ നുകം തകർന്ന് നമ്മൾ മുമ്പിലേക്ക് പോകും. നിനക്കും ഹല്ലേലൂയ നമുക്കും ഒരുമിച്ച് ആനന്ദിക്കാൻ ചിലത് അതിൻ്റെ അകത്തുണ്ടാകും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നമുക്ക് ആമേൻ. ഹല്ലേലൂയ യേശു കർത്താവിനെ കുറിച്ചുള്ള സുവിശേഷം, യേശു കർത്താവിൽ കൂടെയുള്ള വിടുതൽ, സകല വിടുതൽ മറ്റുള്ളവരിൽ എത്തിക്കണം.
ഒരു വാശി നമ്മുടെ അകത്ത് വരണം. ഹല്ലേലൂയ. നമ്മളൊക്കെ അങ്ങനെ മരിച്ചിരുന്നെങ്കിൽ കാണത്തില്ലായിരുന്നു നമ്മളെ. നമുക്ക് അവസരം കിട്ടി, അത് നമ്മൾ എത്തിക്കണം എന്ന് പറഞ്ഞ് ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ മുമ്പിലേക്ക് വരിക. ഒറ്റ കാര്യമുള്ള മക്കളെ, സാത്താന്റെ നുകത്തെ പൊട്ടിക്കാൻ ആൾ വേണം. സാത്താന്റെ നുകത്തെ പൊട്ടിക്കാൻ ആൾ വേണം. അത് ഹല്ലേലൂയ വചനപ്രകാരം അനുസരണയോടെ സഭ എഴുന്നേറ്റാൽ ആമേൻ, അഭിഷേകത്തെ തന്ന് കർത്താവ് ചിലതിനെ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ പൊളിച്ചെടുക്കും. യേശു കർത്താവ് നിമിത്തമുള്ള വിടുതൽ ഹല്ലേലൂയ ഭയങ്കരമാണ്. ഞാൻ ഒറ്റ ചിന്ത പറഞ്ഞ് അതിനകത്ത് നിങ്ങൾക്കൊന്ന് ഉറയ്ക്കാൻ വേണ്ടി ഈ ഹല്ലേലൂയ നമ്മൾ വാഗ്ദത്ത സമയം എന്ന് പറഞ്ഞ് എടുത്തതാണ്. മിസ്രൈമിലെ ഇസ്രായേൽ ജനത്തിന്റെ വിടുതൽ. അവർ വിടുവിക്കപ്പെടുമ്പോൾ കർത്താവ് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ പെസഹയും ചോരത്തൊളിയും ആചരിക്കണം. അറിയാന്നുള്ളവർക്ക് അറിയാം. നമ്മൾ കർത്തൃമേശയൊക്കെ എടുക്കുന്നവരാ. അവർ ഹല്ലേലൂയ വളരെ ഗൗരവം. അവർ ഹല്ലേലൂയ ഈ ആട്ടിൻകുട്ടി അറുത്ത് കട്ടളക്കാലിന്റെ മേലും കുറുമ്പടി മേലും നെടുമ്പടി മേലും രക്തം പുരട്ടി വെച്ചവർ രാത്രി വീട്ടിനകത്തിരുന്നു. എന്നെ ശ്രദ്ധിക്കണേ, വീട്ടിനകത്തിരുന്നപ്പോൾ സംഹാരകന് വലിയ ആശയുണ്ട്, ഈ വീട്ടിനകത്തും തള്ളി കയറണം, ഈ വീട്ടിനകത്തും കയറണം, ഇവനെയും പൊളിക്കണം, കൊല്ലണം, ആദ്യജാതനെ തട്ടണം. സംഹാരകന് എല്ലാ വീട്ടിലും കയറാൻ പറ്റും. പക്ഷേ ഈ കുഞ്ഞാടിന്റെ രക്തമുള്ള വീട് വന്ന പറച്ചു. നിങ്ങളൊരു നല്ല ആമയം പറഞ്ഞില്ല. ഇതൊന്നും നമ്മുടെ അകത്തില്ല, ഇതൊന്നും നമുക്ക് നമ്മുടെ അല്ല. ബിലിൽ പാസ്റ്റർ ഇങ്ങനെ നിർത്തിയിരിക്കുമ്പോഴേ അങ്ങനെ പാഞ്ഞു വരും പ്രസംഗിക്കുമ്പോൾ. ഞാൻ ഈ പറഞ്ഞതുപോലെ നീരസം ഉണ്ടാകും, വൈരാഗ്യം ഉണ്ടാകും, പ്രശ്നം ഉണ്ടാകും. നിങ്ങളോട് ഞാൻ പറയാ, ക്രിസ്തു നിമിത്തം അനുഗ്രഹിക്കപ്പെടാൻ വിളിച്ചെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുക, ഏതവൻ ഏത് വഴിക്ക് ഓടി വന്നാല് ആമേൻ, നിന്റെ മേൽ കുഞ്ഞാടിന്റെ രക്തം വീണിട്ടുണ്ടെങ്കിൽ, ആമേൻ, കർത്താവിന്റെ അനുഗ്രഹം നിന്റെ മേൽ ഉണ്ടെങ്കിൽ നിന്നെ തൊടാൻ പറ്റത്തില്ല. നീ തിരിച്ചറിയണം, നിന്നെ തൊടാൻ പറ്റത്തില്ല. അതാ ഇവർക്ക് എതിർപ്പ്, അതാ പ്രശ്നം ഇവർക്ക്. രക്ഷിക്കപ്പെട്ടവനെയും സ്നാനപ്പെട്ടവനെയും ആമേൻ പിശാചിന് ഇഷ്ടമില്ലാത്തത്. ആമേൻ, അവൻ എതിർക്കുന്നത് ഇതാ, ആ രക്തമൊന്ന് അടയാളമായി വന്നാൽ, ഒരുത്തൻ കൂടെ രക്ഷയുടെ അനുഭവത്തിൽ വന്നാൽ അവന്റെ വീട്ടിനകത്ത് കയറാൻ പറ്റത്തില്ല, അവനെ തകർക്കാൻ പറ്റത്തില്ല, അവന്റെ കുടുംബത്തെ ഉടയ്ക്കാൻ പറ്റത്തില്ല, ആ ദേശത്തെ തൊടാൻ പിശാചിന് കഴിയത്തില്ല. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു വാക്യം കൂടെ എനിക്ക് വായിക്കും. അത് നമ്മളെ നിൽക്കുന്നതേ എന്തുകൊണ്ടാണ് നമ്മളെ തൊടാത്തെ? ഈ പ്രസംഗം കഴിയുമ്പോൾ എന്തെല്ലാം വിഷയം ഉണ്ടാക്കി എന്നെ മറിക്കാൻ പറ്റാത്ത. നിങ്ങൾ വിശ്വാസത്തിൽ വന്നപ്പോൾ എന്തെല്ലാം ശ്രമിച്ചു, എന്തെല്ലാം കൊടുങ്കാറ്റുകൾ അടിച്ചു. അവൻ ആഗ്രഹമുണ്ട് മക്കളെ, പക്ഷെ വിശ്വസിച്ചോണ്ടാൻ കഴിയത്തില്ല. കാരണം ഞാനൊരു യേശുവിന്റെ രക്തത്തിന്റെ അവകാശിയാ. ഒരു കുറിവാക്യം വായിച്ച മനസ്സിലായോ? ആ തലമുറ നീയാ. അബ്രഹാമിനോട് പറഞ്ഞ അനുഗ്രഹത്തിന്റെ തലമുറ നീയാ. കാര്യം എന്താണെന്നറിയാമോ? അബ്രഹാമിന് കിട്ടിയില്ല ഈ രക്തം, എനിക്ക് നിനക്കും കിട്ടി. അതുകൊണ്ട് ഹല്ലേലൂയ, ഓരോ ദിവസവും രക്തം ചെയ്യാൻ പറയുന്നതിന് പകരം, അത് പറയുന്നത് തെറ്റല്ല, ആമേൻ, പറഞ്ഞു. പക്ഷെ നീ തിരിച്ചറിയണം, അങ്ങനെ കയറി അടിച്ചിട്ട് പോകാനൊന്നും പറ്റത്തില്ല. യേശുവിന്റെ രക്തത്തിന്റെ മറവില്ല. ആമേൻ, ഇവൻ ഓടി വരും തകർക്കാന്ന് പറഞ്ഞ് ഈ സന്ദേശം പറയുമ്പോഴും കൂട്ടുകെട്ടുകൾ ഉണ്ടാകട്ടെ, നീരസം ഉണ്ടാകട്ടെ, തകർക്കും, നിർത്തൽ ചെയ്യും, ആമേൻ, ഇല്ലായ്മ ചെയ്യുമെന്നൊക്കെ പറ. തീരുമാനം എടുക്കുന്നവൻ ഭയക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിനകത്തിരിക്കുന്നവൻ ഭയക്കരുത്. ആമേൻ, അവന്റെ സർവ്വ സൈന്യവുമായിട്ട് നിനക്കെതിരെ അവൻ തിരിയുമ്പോ നിന്റെ മേൽ കിടക്കുന്നത് യേശുവിന്റെ അനുഗ്രഹമാ, യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാ. രക്ഷിക്കപ്പെട്ടവൻ, സ്നാനപ്പെട്ടവൻ തിരിച്ചറിയണം. യേശുവിന്റെ നാമത്തിൽ ധൈര്യത്തോടെ മുൻപിലേക്ക് നീ കുതിക്കണം. ഹല്ലേലൂയ. യേശുവിന്റെ അടുക്കൽ ഒരുത്തൻ വന്നാൽ അവന്റെ കെട്ടുപൊട്ടും. അതാ സുവിശേഷത്തിനോടുള്ള വെല്ലുവിളി. അവന്റെ മുഖം തകരും. ശാപത്തിൽ കിടക്കുന്നവൻ വന്ന് ഇതിനകത്ത് വന്ന് പ്രാർത്ഥിച്ചവൻ പറഞ്ഞു കേട്ടിട്ടില്ലേ, എല്ലാം മാറിയെന്ന്. മന്ത്രവാദത്തിന് പോയവൻ, ആഭിചാരത്തിന് പോയവൻ, പല വഴിയെ പോയി കറങ്ങി തിരിഞ്ഞ് എത്രയോ പേര് പല ജാതിപ്പെട്ടവർ വന്നിട്ടില്ലേ, അവരുടെ ജീവിതത്തിൽ സ്വസ്ഥത കിട്ടി. ഒറ്റ പ്രാർത്ഥന കൊണ്ട് അവർക്ക് സമാധാനം കിട്ടി, സന്തോഷം കിട്ടി. എന്നതാ വിഷയം? അവരുടെ മുഖം ഒടിഞ്ഞു, അവരുടെ മുഖം ഒടിഞ്ഞു. സ്തോത്രം. അവരുടെ മേൽ പിശാച് വെച്ച മുഖം ഒടിഞ്ഞു. ആമേൻ. എന്നാ കാര്യം? കഴിഞ്ഞ ദിവസം ഒരു ശുശ്രൂഷയെ പ്രാർത്ഥിച്ചു, ഒരു കുറിയെ കേട്ട ഒരു സഹോദരി വന്നിരിക്കുക. എനിക്ക് നിയോഗം കിട്ടിയിട്ട് ഇറങ്ങി ചെന്ന് പ്രാർത്ഥിച്ചു. അവർക്ക് താഴെ പോയി. സ്തോത്രം. അതെന്നാ സംഭവം? നിങ്ങൾ പിടിയിട്ടുന്നുണ്ടോ? ഈ കർത്താവിൽ വിശ്വസിച്ച് അടുത്ത് വന്നാലേ പിശാചിന് നിൽക്കാൻ പറ്റത്തില്ല. ആ രക്തത്തിന്റെ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ പറഞ്ഞു, നീ രക്ഷിക്കപ്പെടരുത്, നീ സ്നാനപ്പെടരുത്, ആ മുദ്ര നീ ഏൽക്കരുത്, ആത്മാവിനെ നീ പ്രാപിക്കരുത്. ഇതൊക്കെ പിശാച് ആഗ്രഹിക്കുന്നത് നിന്നെയും കുടുംബത്തെയും പന്ത് തട്ടും പോലെ തട്ടണം. അതിനുള്ള ഉപാധി പറഞ്ഞ് മാറ്റിക്കൊണ്ടേയിരിക്കും. തൻ്റെ ഇടത്തോടെ കർത്താവിൽ വിശ്വസിക്കാൻ മനസ്സുള്ളവൻ വിശ്വസിക്കണം. വിശ്വസിച്ച് ആരാധിക്കുന്നവൻ തിരിച്ചറിയണം, ഞാൻ ആരെയാ വിശ്വസിച്ചേ. ആമേൻ. സ്തോത്രം. ചുമ്മാ വരുന്ന പിശാചിനൊക്കെ കയറി തകർക്കാനുള്ളതല്ല. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, തുടക്കം ഞാൻ പറഞ്ഞു, ഇവന്മാരെ വെല്ലുവിളികളുണ്ട്, ഇവന്മാരെ ഇറിറ്റേറ്റ് ചെയ്യും, വല്ലാത്ത വിഷയങ്ങൾ ഒരുക്കും. സഹോദരൻ, അതിൽ നീ തകരരുത്. നീ സേവിക്കുന്ന കർത്താവ് നിന്നെ അനുഗ്രഹിക്കപ്പെടാൻ വിളിച്ചതാ. ആമേൻ. ശാപം വെക്കാൻ ഇവനാരാ? ചോദിക്കണം. തിന്മ വെക്കാൻ ഇവനാരാ?
ധൈര്യത്തോടെ ചോദിക്കണം. ആ അധികാരത്തിൽ നമ്മൾ എപ്പോഴും തിരിച്ചറിയുക. ഈ വിഷയവുമായി പുറത്തിറങ്ങി രക്ഷിക്കപ്പെടാത്തവർ ചിലർ പറയത്തില്ല, പാസ്റ്റർ എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. കേൾക്കാൻ പ്രയാസം. പ്രാർത്ഥന വേണം. ഈ അഭിഷേകം നിന്റെ മേൽ വന്നാൽ കേൾക്കും, ഒഴുകി വരും. അതൊക്കെ കഴിഞ്ഞാലേ ഉത്സവത്തിന് വരുമ്പോലെ ജനം വരുള്ളൂ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ സ്തുതിച്ചേ. ഹല്ലേലൂയ. വന്നാ ഗതി പിടിക്കുമെന്നുള്ളതുകൊണ്ടാ വിടാത്തെ. പലതും ഇവിടെ വന്ന് കാലി ചവിട്ടി കറങ്ങിട്ട് പോകണം കണ്ടിട്ടില്ലയോ? യഥാർത്ഥമായിട്ട് ദൈവസേന വന്നു കഴിഞ്ഞാൽ അവന്റെ മുഖം തകരും. അവൻ ഇവിടെ വിടുവിക്കപ്പെടും, നിത്യതയിലെത്തും. പിശാചിനൊട്ടും ഇഷ്ടമല്ല. നൂറ്റാണ്ടുകൾ കൊണ്ട് അമ്മ വെച്ച മുഖം എൻ്റെ മേൽ, എൻ്റെ പിതാക്കന്മാരുടെ മേൽ, ഇനി എൻ്റെ തലമുറയുടെ മേലൊക്കെ ഇങ്ങനെ ആകണമെന്ന് ആശിച്ച ആ കെട്ടുപൊട്ടും ക്രിസ്തുവിനെ അറിഞ്ഞാൽ. അതുകൊണ്ട് നേരെ ഹല്ലേലൂയ അറിയിക്കത്തൊന്നുമില്ല. സ്തോത്രം. ആമേൻ, ആമേൻ, സ്തോത്രം. പക്ഷെ നമ്മളോട് കർത്താവ് പറയുന്നു, ഏത് വെച്ച മുഖത്തെ നമ്മൾ പൊട്ടിക്കണം. ഏത് മുഖത്തെയും പൊട്ടി തയ്യാറുണ്ടോ? അതിനായി സന്ദേശം. നമ്മുടെ ആവേശം കെട്ടുപോകുന്നുണ്ടോ? ഇല്ല. സ്തോത്രം. യെശയ്യാപ്രവചനം 9-ാം അധ്യായം 2, 3, 4 വാക്യങ്ങളിലൂടെ വായിച്ച് പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കാം. യെശയ്യാപ്രവചനം 9-ാം അധ്യായം 2, 3, 4. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. അവൻ ചുമക്കുന്ന നുകവും അവന്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും മിദ്യാന്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. നിങ്ങളത് ഹല്ലേലൂയ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷെ കഴിഞ്ഞ ആഴ്ച ഇല്ലാത്തവരും കേട്ടത് മറഞ്ഞുപോയവരും ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ ഒരുപാട് ഇങ്ങനെ വെപ്രാളം പിടിച്ചിങ്ങ് വന്നതാണ്. ഞാൻ ഉദ്ദേശിച്ച സമയത്ത് എനിക്ക് നിർത്തണം. അതുകൊണ്ട് തന്നെ നീട്ടാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ പറഞ്ഞ ഹല്ലേലൂയ 3 കാര്യം. ഒന്ന്, നീ ചുമക്കുന്ന നുകം അല്ലേ. അടുത്ത് നിന്റെ ചുമലിലെ കോല്, നിന്നെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടി. ഈ 3 കാര്യവും പറയുന്ന അവിടെ. അത് മിദ്യാന്റെ നാളിലെ പോലെ ഞാൻ ഒടിച്ചു കളയും. ഇത് നമ്മൾ പറയുമ്പോൾ നമുക്കറിയത്തില്ല. ഞാൻ തുടക്കം പറഞ്ഞ വിഷയമായത് നമുക്കറിയത്തില്ല. നിന്നെ ദണ്ഡിപ്പിക്കുന്ന ഒരുത്തന്റെ കോല് നിന്റെ മേലുണ്ടോ? നമ്മൾ അറിയാതെ ദണ്ഡനം സഹിച്ചുകൊണ്ട് നടക്കുക. പല കുടുംബങ്ങളും ദണ്ഡനം സഹിച്ചുകൊണ്ട് നടക്കുക. ആമേൻ, സ്തോത്രം. പലതിലും ആമേൻ, സ്തോത്രം, എഴുന്നേൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് പറ്റുന്നില്ല. നീ ചുമക്കുന്ന ഒരു നോക്കാം. ഞാൻ ആദ്യ ദിവസം പറഞ്ഞതാ. ഇതൊക്കെ തകരേണ്ടത്. ഇനി അത് ഞാൻ വീണ്ടും പവറിൽ പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ഇതിനകത്ത് ആരെങ്കിലും ഏതെങ്കിലും വ്യക്തി, ഇതിനകത്തിരിക്കുന്ന ഏതെങ്കിലും വ്യക്തി, സഹോദരന്മാരെ, ആമേൻ, സ്തോത്രം, നമ്മൾ ഈ ആഭിചാരത്തെ മന്ത്രവാദിച്ച് അല്ലെങ്കിൽ ഈ വിഷയങ്ങളെ കുറിച്ചൊന്നും അല്ല ചിന്തിക്കേണ്ടേ. കർത്താവ് പറയുന്നു, ആമേൻ, ഇതിന്റെ അകത്തിരുന്ന് കേൾക്കുന്നവരോട് പറയുന്നു, ആമേൻ, കാലങ്ങൾ കൊണ്ട് നീ ചുമക്കുന്ന ഒരു നുകം ഉണ്ടെങ്കിൽ, 2, നിന്റെ ചുമലിൽ വച്ചിരിക്കുന്ന കോല്. ഇതൊക്കെ ബൈബിൾ ഒരുപാട് വാക്യങ്ങളിലൂടെ പഠിപ്പിക്കുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കത്തില്ല. നിന്റെ മേൽ ശത്രു വെച്ചൊരു കോലുണ്ടെങ്കിൽ. 3-ാമത്തത് ഹല്ലേലൂയ, ആമേൻ, നിന്നെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടി. അത് ഭയങ്കര കേട്ടോ സഹോദര. ഇങ്ങനെ അവൻ ഇതും കൊണ്ട് നടക്കുക, നമ്മളെ ദണ്ഡിപ്പിച്ചുകൊണ്ടേയിരിക്കുക പല കാര്യത്തിൽ. കർത്താവ് പറയും, ഇതിനൊക്കെ ഒരു സമയമുണ്ട്. ആ സമയം കഴിയുമ്പോൾ ഇതിനെ ഞാനങ്ങ് ഒടിക്കുമെന്ന്. ഇവിടെ വായിച്ച വാക്ക് നിങ്ങൾ ശ്രദ്ധയിൽ, ഒടിച്ച് കളഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ചിലരെങ്കിലും വിശ്വസിക്കണം, എൻ്റെ മേലിൽ നിന്ന് ഒടിച്ച് കളഞ്ഞു. ഇനി ഒടിയാതിരിക്കുന്നെങ്കിൽ ഒടിച്ച് കളയും. വിശ്വസിക്കണം. അങ്ങനെ ആമേൻ, സ്തോത്രം. മിദ്യാന്റെ നാളിലെ പോലെ. അത് പറഞ്ഞപ്പോൾ എന്തെങ്കിലും തൂത് ഓർമ്മ വരുന്നുണ്ടോ? ആദ്യത്തെ മെസ്സേജിൻ്റെ അകത്ത് ഞാൻ എടുത്തതാ മിദ്യാന്റെ നാൾ, ഗിദെയോനെ കുറിച്ചൊക്കെ. മിദ്യാന്റെ നാളിൽ എന്ന പോലെ. അതാ ഞാൻ പറഞ്ഞ കണക്റ്റഡ് ആണ്. പക്ഷെ നമ്മൾ കാര്യമില്ല, പറഞ്ഞിട്ട് കാര്യം. ഇനി അതിലോട്ട് ഞാൻ പയ്യ സമയം അങ്ങ് പോകും. സ്തോത്രം. ഒടിച്ചു കളഞ്ഞു ദൈവം. ഈ പ്രസംഗം എന്തിനാ? ഈ പ്രാർത്ഥന എന്തിനാ? ഈ കയ്യടി എന്തിനാ? നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്നതാ? ഞാൻ ഓരോരുത്തരോടും പറയട്ടെ, നിങ്ങൾ ഭയപ്പെടരുത്, ഭാരപ്പെടരുത്. സ്തോത്രം. പിശാചിനെ ഭയക്കരുത്. നിന്റെ കുടുംബത്തിനകത്ത് ദൈവം അനുവദിച്ചതൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷെ പിശാച് അനുവദിച്ചൊരു മുഖം ഉണ്ടെങ്കിൽ, നിങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ തയ്യാറുണ്ടെങ്കിൽ, ആമേൻ, സ്തോത്രം, ഉദാഹരണ സഹിതം പറയാം, മിദ്യാന്റെ നാളിലെ പോലെ. അവൻ വിതച്ചതെല്ലാം ആമേൻ നശിപ്പിക്കുന്ന ഒരു ശത്രു ഉണ്ടായിരുന്നു. മുളയ്ക്കാൻ വിടാതെ നശിപ്പിക്കും. മുളച്ച് കൊയ്യാൻ തുടങ്ങിയ അപ്പം വന്ന് കൊയ്തുകൊണ്ട് പോകും. അങ്ങനെ ഒരെണ്ണം ഉണ്ടായിരുന്നു. സ്തോത്രം. പക്ഷെ ഗിദെയോൻ എഴുന്നേറ്റ് ആമേൻ, സ്തോത്രം, തകർത്തു. ഗിദെയോനെ ദൈവം വിളിച്ചിട്ട് പറഞ്ഞു, ഒറ്റ സൈന്യത്തെ പോലെ നീ തകർക്കും. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ പറയും, അതുപോലെ ഇതിനു മുമ്പ് ദൈവം തകർത്തതുപോലെ, ഇന്ന വിഷയമൊന്നും വേണ്ട, ഇതിനു മുമ്പേ പലരുടെയും മേലിൽ നിന്ന് മുഖം തകർന്നതുപോലെ ഈ നാളുകളിൽ ദൈവസഭയുടെ മേൽ ശത്രു വെച്ച മുഖം, എന്റെ മേൽ, നിന്റെ മേൽ വെച്ച മുഖം, നിന്റെ തലമുറയുടെ മേൽ വെച്ച മുഖം, ഇതുങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ മേൽ വെച്ച മുഖം, ഭാവിയുടെ മേൽ വെച്ച മുഖം തമ്പുരാൻ ഓടിക്കുക. സ്തോത്രം. വിശ്വസിക്കാൻ കരുത്തുണ്ടോ? വിശ്വസിക്കാൻ കരുത്തുണ്ടെങ്കിൽ എഴുന്നേക്കോ മുട്ടുമടക്കുകയോ ചെയ്യുക. ഒരു 5-10 മിനിറ്റ് നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ആരാധിക്കാം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ നിർത്തിയത്. സ്തോത്രം. എഴുന്നേക്കാൻ പറ്റുന്നവർ അങ്ങനെയെങ്കിൽ അങ്ങനെ മുട്ടിന്മേലിരുന്ന്. എന്തിനെന്നറിയാമോ പറഞ്ഞത്? ഈ മെസ്സേജ് കേട്ടിട്ട്, കർത്താവേ, എനിക്കൊരു വിടുതൽ വേണം. വ്യക്തിപരമായിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. എൻ്റെ കുടുംബത്തിന്, എൻ്റെ കുഞ്ഞിന്, എൻ്റെ മേൽ ദൈവദാസൻ പ്രാർത്ഥിക്കുന്നു, ദൈവസഭ പ്രാർത്ഥിക്കുന്നു. ആ കെട്ടുകൾ പൊട്ടണം. ആ അഭിഷേകത്തിന്റെ പുഷ്ടി വ്യാപരിക്കണം. ദൈവസഭയ്ക്കും ദേശത്തിനും ആ വിടുതൽ വേണം. അങ്ങനെ അവിടെ മുട്ടുകുത്താൻ പറ്റാത്തവരുണ്ടെങ്കിൽ മുമ്പ് സഭയിലോട്ട് വന്ന് മുട്ടുമടക്കിയിരുന്ന് പ്രാർത്ഥിച്ചു. ഇതിനകത്ത് ലജ്ജിക്കൊന്നും വേണ്ട. ആമേൻ. മുഴങ്കാലം മടക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിന്ന്. പക്ഷേ കണ്ണടച്ച് പ്രാർത്ഥിക്കുക. കൈകെട്ടി നിൽക്കാതെ
ദൈവത്തോട് നിങ്ങളുടെ ആവശ്യം പറയുക. ഒറ്റ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക. ഇരു മനസ്സിന്റെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് നന്മയല്ല. ഒരു മനസ്സോടെ ഞാൻ നിൽക്കുക. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിക്കണം.